السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കാനും പാലിക്കാനും നമ്മൾ ഓരോരുത്തരും ബാധ്യതയുള്ളവരാണെന്ന കാര്യം സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലൻ റമളാൻ, ഏകദേശം കൃത്യമൊരു മാസമാണ് പരിശുദ്ധ റമളാൻ സമാഗതമാകാൻ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ നാടും നാട്ടിലെ പള്ളികളും നമ്മുടെ വീടും പരിസരവുമെല്ലാം അതിനുള്ള ഒരുക്കത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. പള്ളികളൊക്കെ പുതിയ പെയിൻ്റ് അടിക്കാനും അതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുവാനും വീടൊക്കെ മൊത്തത്തിലൊന്ന് തട്ടിമിനുക്കി വൃത്തിയാക്കുവാനുമൊക്കെയുള്ള ശ്രമത്തിലേക്കുമൊക്കെ ആലോചനയിലേക്കുമൊക്കെ വിശ്വാസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കേവലം ഭൗതികമായ അത്തരത്തിലുള്ള ഒരുക്കങ്ങളും ഭൗതികമായ അത്തരത്തിലുള്ള ആലോചനകൾക്കുമെല്ലാം അപ്പുറം പരിശുദ്ധ റമളാൻ എന്ന് കേൾക്കുമ്പോൾ ഓരോ വിശ്വാസിയായ ആണിനും പെണ്ണിനും മനസ്സിലേക്ക് കടന്നു വരുന്ന വലിയ നന്മകളുടെ, സുഹൃതങ്ങളുടെ, അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്കുള്ള വല്ലാത്ത ഒരു ആത്മീയമായ അടുപ്പത്തിൻ്റെ ഒട്ടനേകം ഓർമ്മകളും അത്തരത്തിലുള്ള അനുഭവങ്ങളുമെല്ലാം ഉണ്ടാകും. ആ ഓർമ്മകളും അത്തരത്തിലുള്ള അനുഭവങ്ങളുമാണ്
പലപ്പോഴും പരിശുദ്ധ റമദാനിൻ്റെ രാവിനെയും പകലിനെയുമെല്ലാം ഏറെ സജീവമാക്കി വെക്കുവാനും അതിൽ കഴിവിൻ്റെ പരമാവധി സുഹൃതങ്ങളും നന്മകളും നിരന്തരം ചെയ്യുവാനുമൊക്കെ നാം എല്ലാവരും ശ്രമിക്കാറുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണ ആയുസ്സോടെ ആരോഗ്യത്തോടെ വരുന്ന റമദാനിലേക്ക് എത്താൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടുവാനും പരിശുദ്ധ റമദാൻ വരുന്നതിൻ്റെ മുമ്പേ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കും ആലോചനകളിലേക്കുമൊക്കെ കടന്നു പോകുവാനും ഭാഗ്യം ലഭിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും. റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിട്ടുള്ള ഒട്ടനേകം അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ ഓർക്കാനും അതിനെ സ്മരിക്കുവാനും അതിന് റബ്ബ് സുബ്ഹാനഹു വതആലയോട് നന്ദി കാണിക്കുവാനുമൊക്കെയാണ് നമ്മളൊക്കെ നമ്മുടെ ആയുസ്സിൻ്റെ വലിയ സമയത്തെയും മാറ്റിവെക്കാറുള്ളത്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും അത്തരത്തിലുള്ള നമ്മളാൽ കഴിയുന്നതെല്ലാം റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഇഷ്ടത്തിലേക്കും അവൻ്റെ പൊരുത്തത്തിലേക്കും അവൻ്റെ തൃപ്തിയിലേക്കും വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത് ആ റബ്ബ് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിട്ടുള്ള കോടാനുകോടി അനുഗ്രഹങ്ങളെക്കുറിച്ചോർത്തും ആ അനുഗ്രഹങ്ങളെക്കുറിച്ചോർക്കുമ്പോൾ ഇതെല്ലാം തനിക്കു ചെയ്തു തന്ന റബ്ബിന് കടപ്പെട്ടവനായി നന്ദിയുള്ളവനായി ജീവിക്കുവാൻ ബാധ്യതയുള്ളവനാണ് ഞാൻ എന്ന ബോധ്യവുമാണ് അത്തരത്തിൽ എല്ലാ നിലക്കും റബ്ബ് സുബ്ഹാനഹു തആലയിലേക്ക് ധാരാളം സുഹൃതങ്ങളെ അധികരിപ്പിക്കുവാനും അതുവഴി അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത്. എന്നാലൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൂടെ ജനിച്ച് വളർന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പരിചയക്കാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ, അതല്ലാത്ത ആളുകൾ, ഒരുപക്ഷേ അല്ലാഹു നമുക്കെല്ലാം നൽകിയ അനുഗ്രഹത്തേക്കാൾ വലിയ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം തോന്നുമെങ്കിലും അതിനെല്ലാം കടപ്പെട്ടവരായി ജീവിക്കുവാനും അതിന് നന്ദി കാണിക്കുന്ന ആളുകളായി അത്തരക്കാർക്ക് മാറുവാനും സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കും അതിനുള്ള മഹാഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടവരാണ് നമ്മളൊക്കെ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നുണ്ട് റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച്. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, നമ്മളെപ്പോഴും കേൾക്കാറുള്ള ആയത്താണ് അല്ലേ? അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണി നോക്കിയാൽ, അതിനെയൊന്ന് കണക്കാക്കാൻ നോക്കിയാൽ ഒരിക്കലും എണ്ണി കണക്കാക്കാൻ കഴിയാത്ത വിധം, ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധം അനുഗ്രഹങ്ങളെ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പല നിലയ്ക്ക് മനുഷ്യരോടായി പറയുന്നുണ്ട്. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും നമ്മുടെ തലച്ചോറും നമ്മുടെ രക്തക്കുഴലുകളും നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ആ അവയവങ്ങളുടെ ഘടനകളും അതിൻ്റെ പ്രവർത്തനങ്ങളും സഹോദരങ്ങളെ കൃത്യമായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാലും ചിന്തിച്ചാലും മാത്രം റബ്ബ് സുബ്ഹാനഹു വതആലയെ ഉൾക്കൊള്ളാൻ, റബ്ബ് ആ മനുഷ്യനു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാൻ അതുമാത്രം മതി എന്നാണ് റഹ്മാനായ നാഥൻ വിശുദ്ധ ഖുർആനിലൂടെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നത്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്, നിങ്ങളുടെ സ്വന്തത്തിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും അറിയാനും കഴിയുമാറ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ, ഈ ഭൂമിയിലേക്ക് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നുണ്ട്. പാരാവാരം പരന്ന് വിശാലമായി കിടക്കുന്ന ഭൂമി, ആ ഭൂമിയിലെ കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ, ആ സൃഷ്ടിജാലങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ അല്ലേ, നിർജീവമായ ജീവനുള്ള അങ്ങനെ പലതരത്തിലുള്ള
കോടിക്കോടി സൃഷ്ടിജാലങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെയും ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെയും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളെ എന്നോടും നിങ്ങളോടും കൽപ്പിക്കുന്നുണ്ട്. എങ്കിൽ നാം നമ്മുടെ സ്വന്തത്തോട് ചോദിച്ചു നോക്കുമ്പോൾ, ഞാൻ എന്നോട് ചോദിച്ചു നോക്കുമ്പോൾ, എന്നെ ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോട് ചോദിച്ചു നോക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കു ചെയ്തു തന്നിട്ടുള്ള, എൻ്റെ ശരീരത്തിലെ എൻ്റെ അവയവങ്ങളിലൂടെ അല്ലാഹു എനിക്കു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്കെല്ലാം വലുതായി എൻ്റെ വീടും എൻ്റെ കുടുംബവും എൻ്റെ സമ്പത്തും എൻ്റെ കാറും അത്തരത്തിലുള്ള എൻ്റെ എല്ലാ സൗകര്യങ്ങൾക്കുമെല്ലാം അപ്പുറം റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹമെന്ത് എന്ന് ചോദിക്കുന്നിടത്തും അതിനെക്കുറിച്ച് ആലോചിക്കുന്നിടത്തുമാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മുടെ റമദാനും നമ്മുടെ എല്ലാ സുഹൃതങ്ങളും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടതാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക എന്നതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മളെക്കാൾ ഒരു വലിയ എണ്ണം സമൂഹത്തിന്, എത്രയോ മടങ്ങ് വലിയ ഒരു സമൂഹത്തിന് ഒരിക്കലും അല്ലാഹുവിൻ്റെ ഈ വിളിക്കുത്തരം നൽകുവാനോ റബ്ബിന് കടപ്പെട്ടവനായി ജീവിക്കുവാനോ സാധിക്കുന്നില്ലെങ്കിൽ, എനിക്കും നിങ്ങൾക്കും അത് കഴിയുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാഹു നമ്മെ സന്മാർഗത്തിലാക്കി എന്നതു തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ സംസാരം കേൾക്കാൻ നമ്മൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിറകെ നടക്കുവാൻ നമുക്ക് അവസരമുണ്ടാവുകയില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു മാർഗത്തിലും യാതൊരു സ്ഥലത്തും സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും എത്തിപ്പെടാനും കഴിയില്ല എന്ന കാര്യത്തെയാണ് ഞാനും നിങ്ങളും കൃത്യമായി ബോധ്യപ്പെടേണ്ടത്. എങ്ങനെയാണ് ആ ഹിദായത്തിനെ എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്? അത് റബ്ബ് തന്നതല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും ഒരു മനുഷ്യനും കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും കനിഞ്ഞരുളി തന്നതുകൊണ്ട് മാത്രമാണ് ഈ സന്മാർഗത്തിൻ്റെ സുഹൃതത്തിൻ്റെ ഈ നന്മയുടെ മാർഗത്തിൽ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഇന്ന് ജീവിക്കുവാൻ സാധിക്കുന്നത് എന്ന ബോധ്യമാണ്, എന്ന തിരിച്ചറിവാണ്. അല്ലാഹു എനിക്കെന്തു നൽകി അനുഗ്രഹമായി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഹിദായത്തു തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹുദൈബിയ സന്ധിയുടെ ഘട്ടത്തിൽ ആ സന്ധിയെല്ലാം കഴിഞ്ഞ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ചില ആയത്തുകൾ അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതൻ മുസ്തഖീമ. അവിടെ അല്ലാഹു നൽകിയ വലിയ വിജയത്തെക്കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ വിജയത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ പ്രവാചകനോട് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു വ്യക്തമായ ഒരു വിജയം നബിയെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അല്ലാഹു നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. വയുതിമ്മ നിഅമതഹു, അല്ലാഹു അവൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് വയഹ്ദിയക സിറാതൻ മുസ്തഖീമ, നബിയെ താങ്കളെ ഞാൻ സിറാത്തുൽ മുസ്തഖീമിൽ വഴി നടത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹമായി, അല്ലാഹുവിൻ്റെ നിഅമത്തായി, അല്ലാഹു അവൻ്റെ കരുണയുടെയും കടാക്ഷത്തിൻ്റെയും ഭാഗമായിട്ടാണ് എന്നെയും നിങ്ങളെയും ഈ സിറാത്തുൽ മുസ്തഖീമിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതെന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും വേണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ മണലാരണ്യത്തിൽ സ്വഹാബത്തിൻ്റെ എല്ലാം മുമ്പിൽ വെച്ച് ഒരു വര വരച്ച രംഗത്തെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു വര പ്രവാചകൻ വരയ്ക്കുകയാണ്. ആ നേർരേഖയ്ക്കു സമാന്തരമായി വളഞ്ഞും പുളഞ്ഞും പോകുന്ന മറ്റ് ഒട്ടനേകം വരകൾ പ്രവാചകർ വരയ്ക്കുന്നു. എന്നിട്ട് ആ നേരെ ചൊവ്വയുള്ള മാർഗത്തെ ചൂണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന ഹാദാ സബീലി, ഇതാകുന്നു എൻ്റെ മാർഗം, മുസ്തഖീമ,
ഇസ്തിഖാമത്തോടുകൂടി നേരെ ചൊവ്വേ നിലകൊള്ളാൻ കഴിയുന്ന ഏറ്റവും നല്ല ഋജുവായ നേരായ മാർഗം ഇതാണ് എന്ന് ആ നേർരേഖയെ വരച്ച് ചൂണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഫത്തബിഊഹു, ആ മാർഗത്തെയാണോ നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉസ് സുബുൽ, ഈ മാർഗത്തിനു സമാന്തരമായി കാണുന്ന വളഞ്ഞും പുളഞ്ഞും പോകുന്ന മറ്റു മാർഗങ്ങളെ സ്വഹാബത്തെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സിറാത്തുൽ മുസ്തഖീം നമസ്കാരത്തിലേക്ക് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്ന് സഹോദരങ്ങളെ ഞാനും നിങ്ങളും നിർബന്ധപൂർവം ഒരു ദിവസം 17 തവണ ചൊല്ലുന്നുണ്ടെങ്കിൽ അവിടെയും റബ്ബ് സുബ്ഹാനഹു തആലയോട് നാം ചോദിക്കുന്നത്, നാം ഉൾക്കൊണ്ട, നാം സഞ്ചരിക്കുന്ന, നാം നിലകൊള്ളുന്ന ഈ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിൽക്കാനും അതിൽ പ്രയാസങ്ങളില്ലാതെ, ചാഞ്ചല്യങ്ങളില്ലാതെ, സംശയമില്ലാതെ അതിൽ നിലനിന്നു പോകുവാനുമുള്ള തൗഫീഖിന് വേണ്ടി തന്നെയാണ്. ഇനി ആലോചിച്ച് നോക്കൂ, ആ സിറാത്തുൽ മുസ്തഖീം എങ്ങാനും സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടില്ലെങ്കിൽ, ഈ ഒരു സന്മാർഗത്തിൻ്റെ പാതയിൽ എനിക്കും നിങ്ങൾക്കും നിലകൊള്ളാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഏതൊരു മേഖലയിലായിരിക്കും ഞാനും നിങ്ങളും ഉണ്ടാവുക? നമ്മുടെ ആയുസ്സിൻ്റെ വലിയ ഭാഗം നന്മയ്ക്ക് വേണ്ടി ഒരു മടിയുമില്ലാതെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ട സുഹൃതങ്ങളെ ഒരു മടിയുമില്ലാതെ നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പുകളും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ സക്കാത്തുകളും എല്ലാ സുഹൃതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു മടിയുമില്ലാതെ നാം ചെയ്യുന്നുണ്ടെങ്കിൽ റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ടല്ലാതെ, റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടല്ലാതെ അതെനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുമായിരുന്നില്ലെന്ന ബോധ്യമാണ് ഏറ്റവും ഒന്നാമതായി എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇട്ടുതരാൻ ശ്രമിക്കുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറെ വിഷമിച്ച ഒരു ഘട്ടത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ അബൂ ത്വാലിബിൻ്റെ മരണരംഗമാണ് അല്ലേ? ആ മരണരംഗത്ത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെ മരണരംഗമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. മരണാസന്നനായി കിടക്കുന്ന അബൂ ത്വാലിബിൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, എളാപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയോ? മരിക്കാൻ കിടക്കുകയാണ്. നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമോ? കലിമതൻ അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, നിങ്ങളതൊന്ന് പറഞ്ഞാൽ മതി, റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് സംസാരിച്ചു നോക്കാം, ഒന്ന് സംസാരിക്കാം, നിങ്ങളതൊന്ന് പറയുമോ എന്ന് തന്നെ ഏറെ പരിചരിച്ച പല സങ്കടത്തിൻ്റെ ഘട്ടങ്ങളിലും ശത്രുക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ ഘട്ടങ്ങളിലും തനിക്ക് താങ്ങും തനുമായി നിന്ന തൻ്റെ എളാപ്പ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് സങ്കടത്തോടെ ചോദിക്കുന്ന രംഗം സഹോദരങ്ങളെ ചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ട്. എന്തേ അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. സിറാത്തുൽ മുസ്തഖീമിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ പ്രവാചകന്റെ കൺമുമ്പിൽ വെച്ച് മരണമടയുന്ന ആ പിതൃവിനെ നോക്കി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീരൊഴുക്കി ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ആകാശത്തു നിന്ന് 600 ചിറകുകളുള്ള മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറക്കുന്നു. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സന്മാർഗത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സന്മാർഗത്തിന്റെ വാതിലുകൾ താങ്കൾ ആഗ്രഹിക്കുന്നവർക്ക് തുറന്നു കൊടുക്കുവാൻ പ്രവാചകരെ താങ്കൾക്ക് കഴിയില്ല. എന്നാൽ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് എത്തിക്കും. റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഉദ്ദേശമുള്ളവർക്കേ ആ സന്മാർഗത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതേ പ്രവാചകൻ ഒരു കുഞ്ഞു മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ആ കുഞ്ഞിനോട് ഇതേ വാചകം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഖുൽ യാ ഉലാം
ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ. അടുത്തിരിക്കുന്ന പിതാവിന്റെ മുഖത്തേക്ക് ആ പൊന്നുമോൻ നോക്കുന്നുണ്ട്. വാപ്പാന്റെ സമ്മതം കിട്ടുന്നു. ആ മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നു. സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിച്ച് റസൂലുള്ളാഹി തങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പ്രവാചകൻ ശത്രുക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ സന്ദർഭത്തിൽ പ്രവാചകൻ ചേർത്തുവെച്ച മനുഷ്യന് പോലും ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ടല്ലാതെ ആ സന്മാർഗം ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നില്ല. അത് നമ്മൾ ആസ്വദിക്കുന്നില്ല. അതിന്റെ സന്തോഷത്തിലും അതിന്റെ ആനന്ദത്തിലുമല്ലാതെ ഈ സസ്സിൽ നമ്മൾ ഇരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് സുബഹിന്റെ തണുപ്പത്തും എഴുന്നേറ്റ് ആ വിളിയാളത്തിന് ഉത്തരം നൽകി പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നത് ആ സിറാത്തുൽ മുസ്തഖീമിന്റെ ആഹ്ലായത്തിന്റെ ആ സന്തോഷത്തിന്റെ പാന്താവിൽ എനിക്കും നിങ്ങൾക്കും നിൽക്കാൻ അള്ളാഹു നൽകിയ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി നോക്കൂ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരുടെ ഉദാഹരണം സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും വിശദീകരിച്ചു തരുന്നു. നമുക്കറിയാം, മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരുടെ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു തഹ്രീമിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരുടെ ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാഹരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ സുഹൃതവാന്മാരായ രണ്ട് പ്രവാചകന്മാരുടെ, അള്ളാഹുവിൻ്റെ രണ്ട് അടിമകളുടെ കൂടെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ലൂത്ത് നബിയുടെ കൂടെ ജീവിച്ച അദ്ദേഹത്തിന് ഇണയാണ് ഒന്ന്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ജീവിച്ച ഇണയാണ് മറ്റൊന്ന്. ഇവർ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ രണ്ട് അടിമകളുടെ കൂടെ ജീവിച്ചവരായിരുന്നു. ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദഖുലൻ നാറ മഅദ്ദാഖിലീൻ. രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരാണ് എന്ന ഒരു പരിഗണന പോലും ഇല്ലാതെ അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് അവരെ രണ്ടുപേരെയും അള്ളാഹു വലിച്ചെറിയുന്നതാണ്. ആലോചിച്ച് നോക്കൂ, നമുക്ക് കുറേ കാലം മുജാഹിദായി എന്നതിൻ്റെ പേരിലോ, നമ്മളൊരു വലിയ ഇസ്ലാമിക തറവാട്ടിൽ വളർന്നു എന്നതിൻ്റെ പേരിലോ, മുസ്ലിം എന്ന നാമത്തിൽ തന്നെ ജനിച്ചു വീഴാൻ ഭാഗ്യം കിട്ടി എന്നതിൻ്റെ പേരിലോ ഒന്നും റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ഞാനും നിങ്ങളും സുഹൃതം ചെയ്യുന്നവരാകുന്നില്ല. നമ്മൾ സ്വാലിഹീങ്ങളാകുന്നില്ല. നമ്മൾ സന്മാർഗത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവരാകുന്നില്ല. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത് ഫിർഔനിന്റെ ഭാര്യയെക്കുറിച്ചാണ്. എന്താ പറഞ്ഞത്? വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔൻ എന്ന് പറയുന്ന അന റബ്ബുകുമുൽ അഅല, ഞാൻ തന്നെയാണ് റബ്ബെന്ന് വീമ്പ് പറഞ്ഞ, എന്നേക്കാൾ വലിയ ഒരു റബ്ബില്ലെന്ന് വീമ്പ് പറഞ്ഞ, ഇതെല്ലാം സൃഷ്ടിച്ചവനും ഇതെല്ലാം കൊണ്ടു നടക്കുന്നവനും ഞാനാണെന്ന് വീമ്പ് പറഞ്ഞ അത്രയും വലിയ ധിക്കാരിയായ ഫിർഔനിന്റെ വീട്ടിൽ ഫിർഔനിന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ ജീവിച്ച ഒരു പെണ്ണിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഒരു മുഅ്മിനായ പെണ്ണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും പരിചയപ്പെടുത്തി തന്നത്. ചുരുക്കത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന മറ്റൊരു ഭൗതികമായ ഒരു കാര്യങ്ങൾ കൊണ്ടും എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കുവാൻ കഴിയാത്ത ആ ഹിദായത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ട് ഹിദായത്തിന്റെ പാതയിൽ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആയുസ്സും ആരോഗ്യവും സമ്പത്തുമെല്ലാം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ട് എത്രത്തോളം അതിൻ്റെ ഗൗരവത്തിൽ അതിനെ കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും മഹാഭൂരിപക്ഷം മുഅ്മിനീങ്ങളും സഹോദരങ്ങളെ
ഉത്തരം കിട്ടാതെ അന്താളിച്ചു പോകുന്ന ഒരു ചോദ്യമാണത്. എത്രത്തോളം ആ ഹിദായത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്? ആ സന്മാർഗത്തിൻ്റെ മേഖലയിൽ, മാർഗത്തിൽ എല്ലാ നിലക്കും ഉൾക്കൊണ്ട് അതിൽ അടിയുറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടും സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. എത്രയെത്ര നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രയെത്ര നമസ്കാരങ്ങൾ നമ്മൾ അശ്രദ്ധരായിട്ടുണ്ട്, എത്രയെത്ര റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ട്, എത്രയെത്ര സുഹൃതത്തിനുള്ള അവസരങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ആയുസ്സിൽ നിന്ന് തീർന്നു പോയിട്ടുണ്ട്. അവിടെയെല്ലാം കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ? അതിനുള്ള അവസരം കിട്ടിയിട്ടും അത് മുതലാക്കാൻ ഞാനും നിങ്ങളും ശ്രമിച്ചിട്ടുണ്ടോ? നിന്നെ തിരിച്ചൊന്നാലോചിച്ച് നോക്കൂ. എത്രയെത്ര തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, എത്രയെത്ര കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. അറിഞ്ഞുകൊണ്ട് എത്ര തിന്മകളിലേക്ക് സഹോദരങ്ങളെ നാം അടുത്തുപോയി. അറിയാതെ എത്ര തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും. യഥാർത്ഥത്തിലുള്ള ആ സുഹൃതത്തിൻ്റെ, ആ ഹിദായത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നിട്ടും ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാം അറിഞ്ഞോ അറിയാതെയോ ധാരാളം തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒന്നാലോചിച്ച് നോക്കൂ, എത്ര വലിയ നഷ്ടത്തിലേക്കായിരിക്കും ഞാനും കടന്നു പോവുക. എത്ര വലിയ നഷ്ടത്തിലേക്കായിരിക്കും സഹോദരങ്ങളെ ഞാനും നിങ്ങൾ ചെന്ന് ചേരുക. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരിക്കൽ സ്വഹാബ ചോദിച്ചു, നബിയെ, എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ? മൽ ബിർറു റസൂലല്ലാഹ്, നബിയെ, നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്തത് ഒരൊറ്റ മറുപടിയാണ്, ഒരൊറ്റ വാക്കിലാണ് പ്രവാചകൻ അതിന് കൊടുത്ത മറുപടി. അൽ ബിർറു ഹുസ്നുൽ ഖുൽഖി എന്നാണ് പറഞ്ഞത്. നന്മ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നന്മ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. എന്നാലോചിച്ച് നോക്കൂ. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, ഇസ്തഫ്തി ഖൽബക്, നീ നിന്റെ സ്വന്തത്തോട്, നിന്റെ നഫ്സിനോട്, നിന്റെ മനസ്സിനോട് നീ ഒന്ന് ഫത്വ ചോദിച്ചോ, നീ ഒന്ന് ചോദിച്ചോ. എന്നോട് പറയണം, നമ്മൾ ഓരോരുത്തരോടും പറയണം, നമ്മുടെ സ്വന്തം നഫ്സിനോട് നമ്മളെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കാൻ. അൽ ബിർറു മത്മഅന്നത് ഇലൈഹി നഫ്സു വത്മഅന്ന ഇലൈഹിൽ ഖൽബു. നാം ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ ദിനരാത്രങ്ങളിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് സമാധാനമടയുന്നുണ്ടോ, നമ്മുടെ ഹൃദയം ശാന്തമാകുന്നുണ്ടോ എന്ന് നാം നമ്മളോട് ചോദിക്കുക. അതാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബിർറു എന്നതിന് ഹുസ്നുൽ ഖുൽഖ്, അത് സൽസ്വഭാവമാണ് എന്ന് മറുപടി പറയാനുള്ള കാരണം എന്നുള്ളതാണ് മുഹദ്ദിസീങ്ങൾ സഹോദരങ്ങളെ വിശദീകരിച്ചു തന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനി യൗമുൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ കനം തൂക്കുമ്പോൾ ഏറ്റവും കനം തൂങ്ങുന്നതായിട്ടുണ്ടാവുക ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവങ്ങളാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അന്ത്യത്തിൽ നമ്മുടെ അമലുകൾ കനം തൂക്കുമ്പോൾ ഏറ്റവും കനം തൂങ്ങുന്ന കാര്യമായി ഒരു മനുഷ്യന് കാണാൻ കഴിയുക അയാളിലെ നല്ല ഗുണങ്ങളെയായിരിക്കും, നല്ല സ്വഭാവങ്ങളെയായിരിക്കും എന്നുള്ളതാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. ഒന്നാച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്നാലോചിച്ച് നോക്കൂ, എത്രത്തോളം നമ്മുടെ സ്വഭാവത്തെ എനിക്കും നിങ്ങൾക്കും നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം നമ്മുടെ സ്വഭാവത്തിൽ നല്ല ഗുണങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ചീത്തയായ, മോശമായ ദുസ്വഭാവങ്ങളെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് ചോദിക്കുമ്പോൾ മഹാഭൂരിപക്ഷം മനുഷ്യരും പരാജിതരായിരിക്കും. അതിൽ എന്തേ, വീട്ടിൽ നല്ല ആളായിരിക്കും, പക്ഷേ നാട്ടുകാരോട് അത്ര സ്വഭാവമുള്ള ആളായിരിക്കൂല. എന്നാൽ അധികം ആളുകൾ നേരെ തിരിച്ചാണ്. നാട്ടിലുള്ള സൽപ്പേരുണ്ടാകും, പക്ഷേ വീട്ടിൽ മോശമായിരിക്കും. ഇങ്ങനെ പല സ്ഥലത്തും ദ്വിമുഖന്മാരായി, പല മുഖത്തിൻ്റെ ആളുകളായി, ഒരു കൂട്ടരുടെ അടുത്ത് ഒരു സ്വഭാവവും മറ്റൊരു കൂട്ടരുടെ അടുത്ത് മറ്റൊരു സ്വഭാവവും വ്യക്തിപരമായ ജീവിതത്തിൽ വേറൊരു സ്വഭാവമൊക്കെയായി ജീവിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. വിശ്വാസം എന്ന് പറയുന്ന നമ്മളിൽ പോലും സഹോദരങ്ങളെ പലപ്പോഴും അത്തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ ദൂഷ്യങ്ങൾ കടന്നു വരാറില്ലേ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വലിയ സംഭവം ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. യമാമക്കാരനായ മനുഷ്യൻ, സുമാമ എന്ന് പറയുന്ന മനുഷ്യൻ, ഒരുപാട് പ്രസംഗത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. വധിക്കാൻ വേണ്ടി
സ്വഹാബ് എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ചു കെട്ടി കൊണ്ടുവരേണ്ട പ്രവാചകന്റെ മുമ്പിൽ. എന്താ ചെയ്ത്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പള്ളിയുടെ തൂണിൽ കെട്ടിയിടാൻ ആവശ്യപ്പെടുകയാണ്. പള്ളിയുടെ തൂണിൽ ആ മനുഷ്യനെ കെട്ടിയിട്ടു. അയാൾ കാര്യത്തിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു, അയാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അയാൾ 3 ദിവസം പ്രവാചകന്റെ പള്ളിയിൽ ബന്ദിയാക്കി തടവിലാക്കി വെച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം അയാളോട് പ്രവാചകൻ ചെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഹ്ലി, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? അയാൾ പറഞ്ഞു, ഒന്നും പറയാനില്ല. പ്രവാചകൻ അയാളെ കെട്ടയച്ചു വിടാൻ പറഞ്ഞു. സ്വഹാബത്ത് അയാളെ കെട്ടയച്ചു വിട്ടു. അയാൾ തിരിച്ചു നടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുളിച്ച് വസ്ത്രം ധരിച്ച് ആ മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തിരുന്നിട്ട് ആ മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നുണ്ട്, നബിയേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മനുഷ്യൻ താങ്കളായിരുന്നു. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യൻ താങ്കളാണ്. താങ്കൾ പഠിപ്പിക്കുന്ന കാര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുത്തിരുന്നത്. ഇന്നു മുതൽ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് താങ്കൾ പ്രചരിപ്പിക്കുന്ന ഈം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ വെച്ച് ഷഹാദത്ത് ചൊല്ലുകയാണ്. നോക്കൂ, അയാളുടെ നേരെ പ്രകോപനത്തിൻ്റെ ഒരു വർത്തമാനവും റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല. ഇത് മുസ്ലിം ആയിട്ടില്ലെങ്കിൽ അങ്ങനെ കാട്ടും ഇങ്ങനെട്ടും അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് അയാളെ പേടിപ്പിച്ചിട്ടില്ല. നീ മുസ്ലിം ആയാൽ ഇതു തരാം അതു തരാം അതുപോലെ ചെയ്യാമെന്ന പ്രലോഭനവും അയാൾക്ക് കൊടുത്തിട്ടില്ല. പിന്നെ എന്തേ ആ 3 ദിവസം ആ മനുഷ്യന് കിട്ടിയത്? പച്ചയായ വിശ്വാസിയായ മനുഷ്യരുടെ ജീവിതത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ജീവിതത്തെ 3 ദിവസം പച്ചയ്ക്കു കണ്ടു മനസ്സിലാക്കിയ മനുഷ്യൻ അയാളത് ഉൾക്കൊള്ളുകയാണ്. ഇത്രയും നല്ല സ്വഭാവത്തിന്റെ ഗുണമുള്ള, ഇത്രയും നല്ല സ്വഭാവ സംസ്കാരമുള്ള മനുഷ്യർ ഇതിന്റെ ഭാഗമായി എന്തുകൊണ്ട് ചേർന്നുകൂടാ എന്ന് പ്രവാചകനെ വധിക്കാൻ വന്ന മനുഷ്യൻ പോലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇസ്ലാമിക ജീവിതം സഹോദരരെ എത്രമേൽ നല്ലതാണ്. ഞാൻ ഈ ദീനിൻ്റെ വക്താവായിട്ട്, ഞാനിതിൻ്റെ പ്രചാരകനായിട്ട്, ഞാനിത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായിട്ട്, ഞാൻ എൻ്റെ മഹല്ലിലെ പെട്ട ഒരു വ്യക്തിയായിട്ട്, ഞാൻ എൻ്റെ പ്രദേശത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പേര് ഒരു മനുഷ്യനായിട്ട്, എൻ്റെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട്, എൻ്റെ സ്വഭാവ ഗുണമുണ്ട്, എൻ്റെ ഇസ്ലാമികപരമായ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയും ശൈയും അത്തരത്തിലുള്ള നന്മയും കണ്ട് എത്ര ആളുകൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാനായിട്ടുണ്ട്. അതല്ല, എൻ്റെ മനസ്സിൻ്റെയും എൻ്റെ പ്രവർത്തനത്തിൻ്റെയും എൻ്റെ സ്വഭാവത്തിൻ്റെയും ദൂഷ്യങ്ങൾ കണ്ട് ആരെങ്കിലും ഈ മേഖലയിൽ നിന്ന് പിന്തിരിഞ്ഞുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് സഹോദരങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക. അതേ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകരെ നന്മയെ വിശദീകരിച്ചു തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം സഹോദരങ്ങളെ മാത്രം പറയാം. ഒരു മുഅ്മിൻ എന്ന നിലക്ക്, വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നമുക്കെങ്ങനെ സ്വരൂപിക്കാം എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം, ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന വലിയ സുഹൃതങ്ങളെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന രംഗം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലദി അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പ്രാർത്ഥിച്ചിട്ടാണ് നാം നമ്മുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. നാം എഴുന്നേൽക്കുന്നതിനാണ് സുബഹിന് പള്ളിയിൽ പോകാനാണ്. സുബഹിൻ്റെ മുമ്പുള്ളതൊക്കെ വിടി, ഹജ്ജിനൊക്കെ നിസ്കരിച്ചാൽ വേറെ പുണ്യം വേറെ ഉണ്ട്, അങ്ങോട്ടൊന്നും പോകണ്ട. ബാങ്ക് കേട്ട് വിരിപ്പിൽ നിന്ന് നാം എഴുന്നേൽക്കുകയാണ് സുബഹ്ക്ക് പള്ളിയിൽ പോകാൻ. ആ എടുക്കുന്ന നീയത്തിന് പോലും നമുക്ക് കൂലിയുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കൂലി. എഴുന്നേറ്റ് നമ്മൾ നേരെ ചെല്ലുന്നത് വാഷ്റൂമിലേക്കാണ്. റസൂൽ തങ്ങൾ പറഞ്ഞു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ കൈ 3 പ്രാവശ്യം കഴുകണം. ആ കൈ കൊണ്ട് വായിലേക്ക് വെള്ളം വെക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം കൈ കഴുകണം. അതോർത്ത് നമ്മളത് ചെയ്യുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ എല്ലാം തുടക്കത്തിൽ ബിസ്മിയുണ്ട്, ബിസ്മില്ലാഹ് എന്ന് പറയാനുണ്ട്. ബാത്റൂമിലേക്ക് കയറുന്ന പ്രാർത്ഥന എന്താ? അത് പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് കയറണം. അതിൻ്റെ മുമ്പ് പോലും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസി, എല്ലാത്തിനും ബിസ്മിയുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ഓർക്കാൻ, ഞാൻ ബാത്റൂമിലേക്ക് കയറി, എൻ്റെ പ്രവാചകൻ പറഞ്ഞു 1 തവണ കൈ കഴുകണം. അയാൾ ബിസ്മി പറയുന്നു, അല്ലെങ്കിൽ ബിസ്മി കരുതുന്നു, അയാൾ ആ 3 പ്രാവശ്യം കൈ കഴുകുന്നു.
അയാൾ മലമൂത്ര വിസർജനം നടത്തുന്നു. ഇടതു കൈ കൊണ്ട് അയാൾ അത് വൃത്തിയാക്കുന്നു. ഇവിടേക്ക് അയാളെ മനസ്സിലെന്താ? മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ഇടതു കൈ കൊണ്ട് വൃത്തിയാക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു, പുണ്യമുണ്ട്. അത് കഴിഞ്ഞ് അയാൾ ബ്രഷ് ചെയ്യുന്നു. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വലതു നിന്ന് അയാൾ ബ്രഷ് ചെയ്ത് തുടങ്ങുന്നു. പല്ലു തേക്കുന്നതിന് പുണ്യമുണ്ട്, ബിസ്മില്ലാഹിന് പുണ്യമുണ്ട്, വലതുവശത്തു നിന്ന് തുടങ്ങിയതിന് പുണ്യമുണ്ട്. അത് കഴിഞ്ഞ് അയാൾ വുളുവെടുക്കുന്നു. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വുളു തുടങ്ങുന്നു. ഏറ്റവും നായി വുളുവെടുക്കുന്നു. അതിനെല്ലാം പുണ്യമുണ്ട്. നാളെ പരലോകത്ത് അടയാളങ്ങൾ പ്രകാശിക്കുന്നവരായി എൻ്റെ ഉമ്മത്തിൽ നന്നായി വുളു ചെയ്തവർ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ നന്നായി വുളുവെടുക്കുന്നു. വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന അയാൾ ചൊല്ലുന്നു. അല്ലേ, അയാൾ പുറത്തിറങ്ങുന്നു ബാത്റൂമിൽ നിന്ന്, ഗുഫ്രാനക എന്നയാൾ ചൊല്ലുന്നു. അയാൾ നേലുന്നത് വസ്ത്രം ധരിക്കാനാണ്. അയാൾ വസ്ത്രമെടുക്കുന്നു, വലതു കൈ കൊണ്ട് ധരിക്കാരംഭിക്കുന്നു, ബിസ്മില്ലാഹി ചൊല്ലുന്നു. വസ്ത്രം ധരിക്കുന്നതിന് പുണ്യം, അത് വലതുവശം ആരംഭിച്ചതിന് പുണ്യം, ബിസ്മില്ലാ എന്ന് ചൊല്ലിയതിന് പുണ്യം. മുസല്ല വിരിച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു. സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന്റെ പ്രതിഫലം എത്രയാണ്? ഈ ഭൂമിയും അതിലുള്ള സകലതും ഒരു മനുഷ്യന് ലഭിക്കുന്നതിനേക്കാൾ പുണ്യമാണ് സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം. അത് കഴിഞ്ഞ് വീട്ടുകാരിയോട് സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അയാൾ പള്ളിയിലേക്ക് നടന്നു കൊണ്ടുപോകുന്നു. ആ സമയത്തും പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ആനി നൂറ വഫീ സമഈ നൂറ വഫീ ബസരി നൂറ. പ്രാർത്ഥനാ നിരതനായി ആ മനുഷ്യൻ പള്ളിയിലേക്ക് പോകുന്നു. അയാളുടെ ഓരോ കാലടിക്കും പുണ്യമുണ്ട്. അയാൾ ഒരു കാലടി സ്വർഗത്തിൽ അയാളുടെ പദവി ഉയർത്തുമെന്നും മറ്റേ കാലടി പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ചെരുപ്പിന്റെ അടിയിൽ പുരളുന്ന, ചെരുപ്പിന്റെ അടിയിൽ അമരുന്ന ഓരോ മണൽത്തരിയും ആശിനു വേണ്ടി നാളെ പരലോകത്ത് സാക്ഷി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത്ര മതി. പള്ളിയിലേക്ക് പോകുവരെ, വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുന്നത് വരെ ഒരു വിശ്വാസി മനുഷ്യൻ നാം ഒക്കെ ദിനേന ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും? നമ്മൾ പള്ളി തേക്കാറില്ലേ? നമ്മൾ വസ്ത്രം ധരിക്കാറില്ലേ? ചെരുപ്പ് ധരിക്കാറില്ലേ? വീട്ടിൽ നിന്ന് പോകാറില്ലേ? ഇതിൻ്റെയൊക്കെ പുണ്യങ്ങൾ സഹോദരങ്ങളെ നാം ഒന്ന് ഒഴിച്ചു നോക്കിയാൽ എത്ര വലിയ പുണ്യം സഹോദരങ്ങളെ, ബിർറക്ക്, നന്മ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ നേടുക്കുവാൻ കഴിയും. പക്ഷേ പലപ്പോഴും ഇതൊന്നും നമ്മൾ ആലോചിക്കൂല, ഇതൊന്നും നമ്മൾ ചിന്തിക്കൂല. ഇതൊക്കെ ഒരു യാന്ത്രികമായ പ്രവർത്തനമായി ഇങ്ങനെ നടന്നു പോകും. ഒക്കെ രാവിലെ എഴുന്നേൽക്കും, പ്രാർത്ഥന ചൊല്ലും, ബാത്റൂമിലേക്ക് പോകും, അപ്പോഴും പ്രാർത്ഥന. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴൊക്കെ ഇവിടെ എൻ്റെ ദീൻ എനിക്കുണ്ടെന്നും ആ ദീൻ എനിക്ക് പഠിപ്പിച്ചു തന്ന ഇവിടെയെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടെന്നുമുള്ള ബോധ്യത്തിൽ സഹോദരങ്ങളെ ഈ കാര്യങ്ങളെയൊക്കെ ചെയ്യുമ്പോൾ എത്ര വലിയ പുണ്യങ്ങളായിരിക്കും നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക. റസൂലുള്ളാഹി തൻശീയത്തിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. പ്രവാചകൻ പറഞ്ഞു, ഇദാ അറാദാഹു ബിഅബ്ദിൻ ഖൈറ ഇസ്തഅമലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ഒരു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അയാളെ കൊണ്ട് ധാരാളം പണി ചെയ്യിപ്പിക്കും. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ കൈഫൽ ഇസ്താൽ, ഒരു മനുഷ്യനെ പണിയെടുപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, യുവഫിഖു ബിഅമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരണത്തിന്റെ മുമ്പ് ധാരാളം നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നൽകുന്നതാണ്. മരിക്കുന്നതിന്റെ മുമ്പ് ധാരാളം നന്മ ചെയ്യുവാൻ, അമലു സ്വാലിഹാത്തുകൾ ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ടെങ്കിൽ ഈ നന്മകളെയെല്ലാം സഹോദരങ്ങളെ നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയും. അതല്ല എങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ് രണ്ടാമതായി, നബിയെ അൽ ഇസ്മു യാ റസൂലല്ലാഹ്, എന്താണ് നന്മ എന്ന് ചോദിച്ചല്ലോ. അതേ സമയത്ത് സ്വഹാബത്ത് വീണ്ടും ചോദിക്കണം, നബിയെ എന്താണ് തിന്മ എന്ന് പറഞ്ഞ കുറ്റം കിട്ടുന്ന, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അവന്റെ തൃപ്തി നഷ്ടന്ന, അവന്റെ കോപത്തിനു കാരണമാകുന്ന ഇസ്മ എന്താണ് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, മാ ഹാക ഫിദ്രിക്. തിന്മ എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ
നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണു തിന്മ. മറ്റുള്ളവർ അറിയുന്നതിനെ നീ വെറുക്കുന്നതായ കാര്യങ്ങളെന്തുണ്ടോ അതാണു തിന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. എന്താ പറഞ്ഞത്? തിന്മ എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടാവും. ഞാനത് ചെയ്തല്ലോ, ഞാൻ അങ്ങനെ പറയോ, ഞാൻ അന്ന് അയാളെടുത്തുനിന്ന് അത് എടുത്തല്ലോ, ഞാൻ എന്നാലും അയാളോട് അങ്ങനെയല്ലോ, ഞാൻ അയാളെ എങ്ങനെ നോക്കിയല്ലോ, ഞാൻ അയാളെക്കുറിച്ച് ഇങ്ങനെയല്ലോ, ഞാനത് ചെയ്തല്ലോ, ഞാനത് ചെയ്തില്ലല്ലോ. ഇങ്ങനെ എന്നതുകൊണ്ടോ ചെയ്യാത്തത് കൊണ്ടോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ സഹോദരൻ, അതിനെക്കുറിച്ചാണ് തിന്മ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വകരിഹത അയ്യത്വലി അലൈഹിന്നാസ്, മറ്റുള്ളവർ കാണുന്നതിനെ നീ വെറുക്കുന്നത്, അറിയുന്നതിനെ നീ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം തെറ്റാണ്, കുറ്റമുള്ളതാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിലേക്ക്. ഇവിടെ നിന്ന് ആലോചന വരണം, ഹിദായത്തിൽ നിന്ന് ആലോചന വരണം, അല്ലേ? ആ ഒരു മാർഗത്തിൽ സഞ്ചരിക്കുവാൻ നമ്മൾക്ക് സഹോദരങ്ങളെ മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടപ്പെടരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിലുണ്ടോ, നമ്മുടെ ഭാവത്തിലുണ്ടോ, നമ്മുടെ സംസ്കാരത്തിലുണ്ടോ, നമ്മുടെ നടപടിക്രമങ്ങളിലുണ്ടോ, നമ്മുടെ രംഗത്തുണ്ടോ? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും, ആ തിന്മയിൽ നിന്ന്, പാപത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും മാറാൻ കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. ഹലാലും ഹറാമും വ്യക്തമാണ്. എന്താണ് ഹലാല്, എന്താണ് ഹറാമ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംശയിച്ചു നിൽക്കേണ്ട ഒരാവശ്യവുമില്ല. ഇനിയോ പ്രവാചകൻ വീണ്ടും പറയാണ്, ബൈനഹുമാ മുസ്തബിഹാത്തുൻ. ശരി, അതിൻ്റെ ഇടയിൽ ഹറാമും ഹലാലിനും ഇടയിൽ സംശയമുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പല നിലക്കുള്ള വിവര സാങ്കേതികകളും വളരെ വലിയ നിലയിൽ വളർന്ന ഈ ഒരു സാഹചര്യത്തിൽ പല കാര്യത്തെക്കുറിച്ചും സഹോദരങ്ങളെ അങ്ങനെയുള്ള ചില സംശയങ്ങൾ ഉണ്ടാകും. ചില കച്ചവടത്തെക്കുറിച്ച് ഉണ്ടാകും, ചില ബിസിനസ് സ്ട്രാറ്റജികളെക്കുറിച്ച് സംശയങ്ങളുണ്ടാകും, ചില വകളെക്കുറിച്ച് സംശയങ്ങളുണ്ടാകും, ചില വസ്തുക്കളെക്കുറിച്ച് സംശയങ്ങളുണ്ടാകും. വിശ്വാസികൾക്ക് അത് പറ്റുമോ പറ്റൂലേ? പ്രവാചകൻ പറയുന്നു, ചില കാര്യങ്ങൾ ഹറാമും ഹലാലിനുമിടയിൽ സംശയമുള്ളതായിട്ടുണ്ടാകും. സമയത്ത് ഒരു വിശ്വാസി എന്തു നിലപാടെടുക്കണം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമനിത്തഖ ശുബുഹാത്ത്. ആ സംശയങ്ങൾ വരുമ്പോൾ ആ സംശയങ്ങളെ സൂക്ഷിച്ച മനുഷ്യൻ, അത് കാത്തവൻ, അത് കുടിക്കാത്തവൻ, അത് ധരിക്കാത്തവൻ, അത് കാണാത്ത, അത് കേൾക്കാത്തവൻ, അങ്ങോട്ട് പോകാത്തവൻ, അതുമായി സഹകരിക്കാത്തവൻ, നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സംശയമുള്ള ഏതു കാര്യങ്ങളിലേക്ക് ഇതിനെ അങ്ങ് കൂട്ടിക്കെട്ടിക്കോ. ചെയ്യാത്തതോ, കാണാത്തതോ, പോകാത്തതോ, ചെയ്യാത്തതോ, ധരിക്കാത്തതോ, കുടിക്കാത്തതോ എന്താവട്ടെ, അതിലേക്ക് ഇതിനെ അങ്ങ് ചേർത്തുവൽ ശരിക്കും നമുക്ക് ബോധ്യപ്പെടും. പ്രവാചകൻ പറയാ, ഫമനിത്തഖ ശുബുഹാത്തി, ആ സംശയമുള്ള കാര്യങ്ങളെ ആരാണോ സൂക്ഷിക്കുന്നത്, ഫഖദിസ്തഅ ലിദീനിഹി വ ഇർളിഹി, അവനവന്റെ മതത്തെയും അഭിമാനത്തെയും സംരക്ഷിച്ചവനാണ്. ആ സമയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കിയ ഹലാലിൽ അടിയുറച്ചു നിന്ന് ഹറാമിലേക്ക് പോകാതിരുന്നാൽ, സംശയമുള്ളത് ചെയ്യാതിരുന്നാൽ അവനവന്റെ സ്വന്തത്തെയും അവൻ്റെ ദിനെയും അവൻ്റെ അഭിമാനത്തെയും സംരക്ഷിച്ചവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഇനി നേരെ തിരിലോ, വമൻ വഖഅ ഫിശ്ശുബുഹാത്തി, ആ സംശയമുള്ളതിൽ ആരെങ്കിലും പതിച്ചാൽ, ആ സംശയമുള്ള കാര്യത്തിൽ ആരെങ്കിലും ചെന്നു പതിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഖഅ ഫിൽ ഹറം, അയാൾ ചെന്നു പതിച്ചത് സംശയമുള്ള കാര്യത്തിലാണ്, അയാൾ ചെന്നു പതിച്ചത് ഹറാമിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, കൃത്യമായി ഹലാലും ഹറാമും വ്യക്തമായിട്ട് അതിൽ സംശയമുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മത പാലിക്കാൻ കഴിയാത്ത മനുഷ്യർ ചെന്നു പതിച്ചത് ഹറാമിലാണ്. പ്രവാചകൻ ഒരു ഉദാഹരണം ഉദാഹരിച്ചു തരാണ്. ഈ സംശയമുള്ള കാര്യങ്ങളെ, ഹറാമിലേക്ക് ചെന്നു പതിക്കുന്നതിനെ ഒരു വിശ്വാസി എത്ര ഗൗരവത്തിൽ കാണണം. ഇടയൻ
തൻ്റെ ആടിനെ മേയ്ക്കുന്നത് ഒരു കൃഷിസ്ഥലത്തിൻ്റെ തൊട്ടരികിലൂടെയാണ്. ഒരു കൃഷിസ്ഥലത്തിൻ്റെ തൊട്ടിലൂടെ തൻ്റെ ആടിനെ മേയ്ക്കുന്ന മനുഷ്യൻ എത്ര സൂക്ഷിച്ചായിരിക്കും തൻ്റെ ആടിനെ കൈകാര്യം ചെയ്യുക? അതൊന്ന് തലതിരിച്ചാൽ, ആ വേലിക്കപ്പുറത്തേക്ക് നീട്ടിയാൽ ആ കൃഷിയിടത്തിലെ വിള ഒരുപക്ഷെ ഇത് നശിപ്പിച്ചേക്കാം. അത്രയും സൂക്ഷ്മതയോടെ ഒരു കൃഷിസ്ഥലത്തിൻ്റെ സമീപത്തിൽ ആടിനെ മേയ്ക്കുന്ന ഇടയൻ എത്ര സൂക്ഷ്മതയോടെയാണോ ആ ആടിനെ മേയ്ക്കുന്നത്, അതേ സൂക്ഷ്മതയിലാണ് ഹറാമുകൾ നോക്കുമ്പോൾ ഒരു വിശ്വാസിയുണ്ടാകേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നത്. ഞാനോ ഹറാമുകളോട്, പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, എല്ലാ തിന്മകളെയും നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു വലിയ ദുരിതത്തിൻ്റെ അവസ്ഥ സഹോദരങ്ങളെ നമ്മളൊക്കെയുള്ളത് അല്ലേ? കെട്ടകാലം എന്നൊക്കെ പലരും പറയും. പറ്റൂല. കെട്ടകാലം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ ശപിക്കരുത്, ഇന്നമാ അന ദഹ്റുൻ, ഞാനാണോ കാലം എന്ന് അല്ലാഹു പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രയോഗം മതപരമായി ശരിയല്ല. എന്നാൽ നന്മകളെയും സഹോദരങ്ങളെ നിസ്സാരവൽക്കരിച്ച് അതിലൊക്കെ എന്താ പ്രശ്നം, അങ്ങനെയൊക്കെ ആയാൽ എന്താ കുഴപ്പം, ആകാശം പൊളിഞ്ഞു വീഴോ, ഇതൊക്കെയാണ് ചോദ്യം. ഈ നിലക്ക് എല്ലാ ഹറാമുകളെയും ഒരു തരം നിസ്സാരണത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കാലഘട്ടത്തിലുള്ളത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് പ്രസക്തമാണ്. ഒരു ഇടയൻ തൻ്റെ ആടിനെ കരുതുന്നത് പോലെ നമ്മുടെ നമ്മുടെ കാതും നമ്മുടെ കൈകളും നമ്മുടെ ഹൃദയങ്ങളും ഹറാമിലേക്ക് പോകുമോ എന്ന സൂക്ഷ്മതയിലാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ഇന്നൽ മുഅ്മിൻ യറബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ. എത്ര വ്യക്തമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരു മുഅ്മിൻ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കുറ്റങ്ങളെ കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ, ഒരു മലയുടെ താഴെ ഇരിക്കുന്നവനെ പോലെയാണ്. ആ മലയുടെ പ്രത്യേകത, ആ മലയിൽ ഒരു വലിയ പാറയുണ്ട്, അത് ഇളകി നിൽക്കുകയാണ്. ആ പാറ ഏതു നിമിഷവും താഴേക്ക് വരാം. അങ്ങനെയുള്ള മലയുടെ താഴെ ഒരു മനുഷ്യൻ ഇരിക്കേണ്ടി വന്നാൽ അയാളുടെ ശ്രദ്ധ എത്രയായിരിക്കും ആ പാറയിൽ? അത് വരുന്നുണ്ടോ, അത് ഇളകുന്നുണ്ടോ, അത് ചലിക്കുന്നുണ്ടോ, എൻ്റെ തലയിലേക്ക് വീഴുമോ, എന്നെ അത് അപകടത്തിൽ പെടുത്തുമോ, എൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ, എന്തെല്ലാം ചിന്തകൾ ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. അതേ മാനസികമാണ് തെറ്റ് ചെയ്യുന്നവരുണ്ടാവുക എന്നുള്ളതാണ്. മുഅ്മിനാണെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ കുറിച്ചോർത്ത് അയാൾ കാവലാതി ഉണ്ടാകും. അത് ഞാൻ ചെയ്താൽ അതിൻ്റെ റബ്ബെന്നെ പിടിക്കില്ലേ, എൻ്റെ റബ്ബെന്നെ ചോദ്യം ചെയ്യില്ലേ, എൻ്റെ റബ്ബിനോട് എനിക്ക് മറയേണ്ടി വരില്ലേ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ അങ്ങേയറ്റം വഷളാകില്ലേ, എൻ്റെ നരകത്തിലേക്ക് ഞാൻ എറിയപ്പെടില്ലേ എന്ന ഭയം തിന്മകളോട് വിശ്വാസിക്കാത്ത് സൂക്ഷിക്കും. വ ഇന്നൽ ഫാജിർ യറാ ദുനൂബഹു കദാബി മർറ അലാ അൻഫിഹി, തൻ്റെ മൂക്കിനു ചുറ്റും വട്ടടക്കുന്ന ഒരു പാറ്റയെ, ഒരു ഈച്ചയെ തൻ്റെ കൈ കൊണ്ട് തട്ടിയതുപോലെ നിസ്സാരമായിട്ടാണ് ഒരു ഫാജിറായ മനുഷ്യൻ, വിശ്വാസിയല്ലാത്ത മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കുറ്റങ്ങളെ നോക്കിക്കാണുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അല്ലേ, എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ തട്ടിക്കളയുക അല്ലേ? അതങ്ങ് പാറിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതേ അവസ്ഥയിലായിരിക്കും, അത്ര നിസ്സാരമായിരിക്കും വിശ്വാസിയല്ലാത്ത ഒരാൾ തൻ്റെ ജീവിതത്തിലെ തിന്മകളെ എന്ന് സഹോദരങ്ങളെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. ഈ ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ പൂന്തോപ്പിൽ ഞാനും നിങ്ങളും നിലകൊള്ളുമ്പോൾ നമ്മുടെ നന്മകൾ എത്രമേൽ ഉണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിലെ തിന്മഭാണ്ഡങ്ങൾ, കൂമ്പാരങ്ങൾ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നാം എല്ലാവരും ആലോചിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ആലോചന വ്യക്തമാക്കേണ്ട സന്ദർഭത്തിലേക്കാണ് എനിക്കും നിങ്ങൾക്കും കടന്നു ചെല്ലാനുള്ളത്. പരിശുദ്ധ റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആതാകും ശഹ്റു റമളാൻ ശഹ്റുൻ മുബാറക്. നിങ്ങൾക്കിതാ പരിശുദ്ധ റമളാൻ വന്നു കിട്ടിയിരിക്കുന്നു, വന്നു ചേർന്നിരിക്കുന്നു. ശഹ്റുൻ മുബാറക്, അതനുഗ്രഹീതമായ മാസമാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രസ്തുത മാസത്തെ സന്തോഷത്തോടെ
തൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നത് സഹോദരങ്ങളെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ആ റമളാനിൽ ഇത്രമാത്രം നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ? എന്താണ് ആ റമളാൻ ഇത്രമാത്രം നമുക്ക് നേടിത്തരുന്നത്? എത്രത്തോളം റമളാൻ സഹോദരങ്ങളെ എൻ്റെയും നിങ്ങളുടെയും നന്മയുടെ ജീവിതത്തെ സ്നേഹിക്കും? എത്രത്തോളം നമ്മുടെ തിന്മകളിൽ നിന്ന് ആ റമളാൻ എന്നെയും നിങ്ങറ്റും? വർഷങ്ങളായി പരിശുദ്ധ റമളാനിനെ സ്വീകരിച്ചവർ, വർഷങ്ങളായി പരിശുദ്ധ റമളാനിൻ്റെ സുഹൃതങ്ങളെ ഏറ്റെടുത്തവർ, വർഷങ്ങളായി പരിശുദ്ധ നന്മകളെ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവർ എന്ന നിലയിൽ എൻ്റെയും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി പോവുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും. മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ പരിശുദ്ധ റമളാനിലെ നോമ്പിനെ ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാണ് പരിശുദ്ധ റമളാനിൽ? പല ആളുകൾക്കും പല നിലക്കുള്ള ലക്ഷ്യങ്ങളാണ് ഉണ്ടാവുക. ചില ആളുകൾ പറയും, റമളാൻ കഴിഞ്ഞപ്പോൾ ഞാൻ 5 കിലോ കുറഞ്ഞു. അവർ റമളാൻ്റെ ലക്ഷ്യം അതാണ്. വർഷത്തിൽ 11 മാസം ഒരു മാസം ഒന്ന് പട്ടിണി കിടന്ന് തൻ്റെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് ഒന്ന് സെറ്റാക്കണം. അതാണ് പലരുടെയും പ്ലാൻ. ഇപ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്, അവരല്ലേ ഒന്ന് സെറ്റാവണം. ചിലർക്ക് അങ്ങനെയാണ്. ആളുകൾക്ക് കച്ചവട സാധ്യതകളാണ് അല്ലേ? ബിസിനസ് മൈൻഡിലെല്ലാം കാണുന്ന ആളുകൾക്ക് അങ്ങനെയാണ് ചിന്തിക്കുക. റമളാൻ വരികയാണ്, ഇനി സമൂസ കച്ചവടം, ആ കച്ചവടം, ഈ കച്ചവടം, ഫ്രൂട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു വിശ്വാസികൾ സഹോദരങ്ങളെ എന്താവണം പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കാണ്. ആ ആയത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചു പറഞ്ഞു തന്നത് അല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മത പാലിക്കാൻ, തഖ്വയുള്ളവരാകാൻ, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുന്ന അവൻ്റെ പൊരുത്തവും അവൻ്റെ തൃപ്തിയും കരസ്ഥമാക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരാകുവാൻ ഏതൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയോ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനാണ് വിശുദ്ധ റമളാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാൻ ഹുദാ വൽ ഫുർഖാൻ. എന്തുകൊണ്ടാണ് റമളാനിൽ ഇത്ര വലിയ പ്രത്യേകതയും പുണ്യവും ശ്രേഷ്ഠതയും? ശഹ്റുൻ മുബാറക്, അനുഗ്രഹത്തിൻ്റെ മാസമെന്നൊക്കെ പരിശുദ്ധ റമളാനിനെ പരിചയപ്പെടുത്തുവാനുള്ള അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നാം എങ്ങനെയാണെന്ന്, നാം ഏതർത്ഥത്തിൽ ജീവിക്കണമെന്ന്, റബ്ബിൻ്റെ കടമകളും കടലും നാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണമെന്ന് എനിക്കും നിങ്ങൾക്കും കൃത്യം ബോധ്യപ്പെടുത്തി തരുന്ന ഹുദയിലേക്ക്, സന്മാർഗത്തിലേക്ക് നമ്മെ നയിക്കും. സന്മാർഗത്തിൻ്റെയും ദുഷിച്ച മാർഗത്തിൻ്റെയും ഇടയിലുള്ള വ്യക്തമായ വ്യത്യാസത്തെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്ന ഖുർആനിനെ, ആ ഹുദയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകർക്ക് കൊടുത്തു തുടങ്ങിയത് പരിശുദ്ധ റമളാനിലായിരുന്നു എന്നാണ് വിശുദ്ധയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നത്. വന്നു ചേരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ. കാണാപാടായ ഹദീസായിരിക്കും അല്ലേ? പരിശുദ്ധ റമളാൻ വന്ന സ്വർഗ്ഗ കവാടങ്ങൾ അല്ലാഹു മലർക്കേ തുറന്നു വെക്കും. കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊട്ടിയടക്കും. മനുഷ്യനെ വഴികേടിലേക്ക് എത്തിക്കുന്ന പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു ബന്ധനസ്ഥരാക്കും. അല്ലാഹു അവരെ കെട്ടിയിടും. മനുഷ്യനെ വഴികേടിലാക്കാൻ കഴിയാത്ത വിധം സഹോദരങ്ങളെ ആ നിലക്കുള്ള പൈശാചികമായിട്ടുള്ള പ്രേരണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെക്കും. സ്വർഗ്ഗ കവാടങ്ങൾ മലർക്കേ തുറന്നു വെച്ച് ഒരിക്കലും അടുത്ത വിധം ആ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ആക്കി തീർക്കും. നരകങ്ങളെ കൊട്ടിയടച്ച് ഒരിക്കലും ആ റമളാനിൽ തുറക്കാത്ത വിധം അല്ലാഹു തആല അതിനെ ആക്കി വെക്കും. വനാദാ മുനാദി, വിളിച്ചു പറയുന്ന ഒരു മല ആ പരിശുദ്ധ റമളാനിലെ ഓരോ രാവിലും വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ, സുഹൃതമാവനെ, നീ മുന്നോട്ട് വാ, നീ ധൃതിപ്പെട്ടു വാ, നീ മുന്നിലേക്ക് വാ എന്ന് വിളിച്ചു പറയും. വയാ ബാഗിയ ശർ അഖ്സിർ അഖ്സിർ, ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ കുറക്കുക, നിങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾ പിന്മാറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്ക് വിളിച്ചു പറയും. വലഹി ഉതഖാഉ മിനൻ നാരി വദാലിക ഫീ കുല്ലി ലൈല, അതിന്റെ എല്ലാ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാശരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിലേക്കാക്കുമെന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും പരിചയപ്പെടും.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ നന്മയുടെ, എത്ര വലിയ പുണ്യത്തിൻ്റെ, എത്ര വിശാലമായ സുഹൃതങ്ങളുടെ സന്ദർഭത്തിലേക്കാണ് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കടന്നു ചെല്ലാനുള്ളത്. അള്ളാഹു ആയുസ് ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്തിനാണൊരു നോമ്പ് നോൽക്കുന്നത്? എന്തിനാണൊരു മനുഷ്യൻ നോമ്പ് നോൽക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തടി കുറയാനാണോ? അല്ലെങ്കിൽ ശാസ്ത്രീയമായി നോമ്പിനെ ന്യായീകരിക്കുന്ന മനുഷ്യർ പറയുന്ന ശാസ്ത്രീയപരമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നുമല്ല നോമ്പ്. വിശുദ്ധ അല്ലാഹു പഠിപ്പിച്ചു തന്നതുപോലെ തഖ്വ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാനാണ് നോമ്പ്. താൻ ചെയ്തിരുന്ന കാര്യങ്ങളിൽ തൻ്റെ മനസ്സിനെ ഉണ്ടാക്കുന്നതിനെ ഈ നോമ്പോടുകൂടി അവസാനിപ്പിക്കണമെന്ന് ക്കുന്നവർക്കുള്ളതാണ് നോമ്പ്. താൻ മാറ്റിവെച്ച സുഹൃതങ്ങൾ അതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് വിചാരിച്ച് താൻ മാറ്റിവെച്ച അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ മരണം വരെ നിലനിർത്തുവാനുള്ള എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുവാനുള്ള അവസരമാണ് നോമ്പ്. ഈ നിലയ്ക്ക് സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലെ നോമ്പിനെ നമുക്ക് കഴിയണം. അസ്വിയാമു ജുന്നത്തുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പ് ഒരു പരിചയാണ്. നോമ്പാണ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ആ തിന്മകളെ തൊട്ടൊരു പരിചയം. ആ നോമ്പ് മനുഷ്യന്റെ മനസ്സിനെ, അവന്റെ കണ്ണിനെ, അവന്റെ കാതിനെ, ശരീരത്തിന് ഒരു പരിച കണക്കെ ആ നോമ്പ് അവന് സംരക്ഷണം ഒരുക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ ആ പരിച, ആ നോമ്പിനെ സുരക്ഷിതനാക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ആയത്തിന് ഹദീസ് കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്, വഇദാ കാന അഹദുക്കും സ്വാഇമാ യുർഫസ് വലാ യുജ്ഹൽ. നോമ്പുകാരനാണെങ്കിൽ പാടില്ല, വൃത്തികെട്ട തോന്നിവാസത്തിന്റെ വർത്തമാനങ്ങൾ പാടില്ല, തരത്തിലുള്ള ഒരു കാര്യവും പാടില്ല. ഒരാളെ ചീത്ത വിളിക്കാനോ ഒരാളാക്കുവാനോ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കും പോകാൻ പാടില്ല. അങ്ങനെ വന്നാൽ പോലും പറയണം, ഇന്നി സ്വാഇമുൻ, നോമ്പുകാരനാണ്. നമ്മളും പറയും, എന്താ പറയാ, നോമ്പുണ്ടായി പോയി അല്ലേ, എൻ്റെ അപ്പുറത്ത് നിന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയാനല്ല, ഞാൻ നോമ്പുകാരനാണ്, അത്രേ ഉള്ളൂ, അപ്പുറത്ത് വേറൊന്നുമില്ല. ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ആ അവസ്ഥയിൽ നിന്ന് പോരാനാണ് സഹോദരങ്ങളെ വിശ്വാസികളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ലൈസ സിയാമു അനി ത്വആമി വശറാബ്, ഭക്ഷണം ഒഴിവാക്കുക, വെള്ളം ഒഴിവാക്കുക എന്നതല്ല നോമ്പ്. ഇന്നമ സിയാമു മിനൽ ലഗ്വി വറഫസി, ആവശ്യമായ വിനോദങ്ങളിൽ നിന്നും മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിക്കുക എന്നതാണ് നോമ്പ്, സൗമ് എന്ന് പറയുന്നത്. അതല്ലാതെ ത്തിൽ നിന്ന് മാറി നിൽക്കലോ അന്നപാനീയങ്ങളിൽ നിന്ന് മാറി നിൽക്കലോ അല്ല എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് സഹോദരങ്ങളെ പണ്ഡിതന്മാർ എനിക്കും നിങ്ങൾക്കും തരികയാണ്. ഇദാ സുംത, നീ നോമ്പെടുത്താൽ, നമ്മളോട് പറയാണ്, നോമ്പെടുത്താൽ ഫൽയസും സമഅക, നിന്റെ കേൾവെടുക്കേണ്ടത്, വബസറുക, നിന്റെ കാഴ്ചയാണ് നോമ്പെടുക്കേണ്ടത്, വലിസാനുക, നിന്റെ നാവാണ് നോമ്പെടുക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ വയറല്ല, നമ്മുടെ ഭക്ഷണമല്ല നോമ്പുകാരൻ ഒഴിവാകേണ്ടത്, അല്ലെങ്കിൽ നോമ്പുകാരനാ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ കാഴ്ചയും നമ്മുടെ സംസാരവും എല്ലാം നോമ്പുകാരനായിരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അനിൽ കദിബി വൽ മഹാനി, കളവിൽ നിന്ന്, കള്ളത്തരങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, നിഷിദ്ധങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണും കാതും നാവും ഒന്നും സഹോദരങ്ങളെ നോമ്പുകാരനായിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു ഗുണവുമില്ല എന്നുള്ളതാണ്. വദഇ അദൽ ജാരി, നിന്റെ അയൽവാസിയെ നീ ഉപദ്രവിക്കുന്നവനാണോ, നിന്റെ നോമ്പ് നിനക്കൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ സഹോദരൻ പണ്ഡിതന്മാർ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ലാ തജ്അൽ യൗമക വയൗമ ഫിത്രക സവാഉൻ, ഒരു നോമ്പുകാരൻ എന്ന നമ്മളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണിത്. അതുകൊണ്ട് നിന്റെ നോമ്പുള്ള ദിവസത്തെ നീയാക്കരുത്, വയൗമ ഫിത്രക്, നോമ്പില്ലാത്ത ദിവസത്തെയും നീയാക്കരുത്, സവാമാക്കരുത്. അപ്പൊ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച, കാതുകൊണ്ട് കേൾക്കൽ, നാവ് കൊണ്ട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കുന്നത് പോലെ, അതിൽ സൂക്ഷ്മത കാണിക്കുന്നത് പോലെ, അതിൽ കരുതുന്നത് പോലെ സഹോദരങ്ങളെ കരുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ട് ഒരു കാര്യവുമില്ല. മൻ ലം യദഅ ഖൗല الزൂരി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ ശറാബഹു.
സുബ്ഹാനല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, മൻ ഖൗല സൂരി വഅമല ബിഹി. ഒരാൾ നോമ്പുകാരനായിരിക്കെ അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ പ്രവർത്തനങ്ങളും ഒഴിഞ്ഞില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, സംബന്ധിച്ചിടത്തോളം ഒരാവശ്യവുമില്ല അവനവന്റെ ഭക്ഷണം ഒഴിവാക്കണമെന്നോ അവനവന്റെ വെള്ളം റബ്ബിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിന് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മുടെ കണ്ണിനെ കരുതാൻ അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സഹോദരങ്ങളെ മാറി നിൽക്കാൻ എനിക്കും സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ നോമ്പ് പട്ടിണി മാത്രമായിരിക്കും എനിക്കും നിങ്ങൾക്കും കിട്ടുക എന്നുള്ള ാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും വരുന്നത്. അതുകൊണ്ട് ആ നിലക്കുള്ള നോമ്പുകാരനാകാൻ, റമളാനിൽ ഇത്തരത്തിലുള്ള വല്ല തിന്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം റബ്ബിനോട് ഏറ്റുപറഞ്ഞ് സഹോദരങ്ങളെ ബാപ്പിരയ്ക്ക് പൊറുക്കലിനെ തേടി ആ ഇസ്തിഗ്ഫാർ വാങ്ങാൻ കൂടെ ഈ റമളാനിനെ എനിക്കും നിങ്ങൾക്കും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. പരിശുദ്ധ റമളാൻ ഒരു നന്മക്ക് 10 മുതൽ 700 മടങ്ങ് വരെ പ്രതിഫലങ്ങൾ നമുക്ക് നേടിത്തരുന്ന സുവർണമാണ്. 10 മുതൽ 700 ഇരട്ടി വകൾ എനിക്കും നിങ്ങൾക്കും നേടാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെയ്താൽ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നന്മ ചെയ്യുവാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ. ആ ദിവസങ്ങളെ പരിശുദ്ധ റമളാനിലേക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കൂ. നമ്മൾ എത്ര വലിയ സൗഭാഗ്യവാന്മാരാണ്. അള്ളാഹു നൽകിയ ഹിദായങ്ങളെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ സൗഭാഗ്യമാണ് നമ്മൾ. പരിശുദ്ധ റമളാനിന്റെ രാപ്പകലുകൾ നിങ്ങൾക്കും നേടിത്തരുന്ന പുണ്യങ്ങൾ 700 ഇരട്ടി വരെയുള്ളതാണ്. ആ പുണ്യത്തിന്റെ വലിപ്പത്രയാ? ആ പുണ്യത്തിന്റെ വലിപ്പത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എനിക്കുൽപ്പിച്ചു തന്ന വലിയ പ്രസിദ്ധമായ, നമുക്കൊക്കെ വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു ഖൈർ, ഒരു നന്മ ഒരാളൊരു നന്മ ഉദ്ദേശിച്ചു, ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ഉദ്ദേശിച്ചു നാളെ പള്ളിയിൽ പോകണം. എല്ലാ ദിവസവും പോണതാണ്. നാളെ ഇൻഷാ അല്ലാഹ് നേരത്തെ എഴുന്നേറ്റ് എന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാനത് ചെയ്തു. എനിക്ക് എത്ര പുണ്യ? 2. 1, ഞാൻ അതിനാഗ്രഹിച്ചു. 2, ഞാനത്. ഈ 2 പുണ്യം എത്ര മടങ്ങ് കിട്ടും അത് അല്ലാഹു ആലം, നമുക്കറിയില്ല. പക്ഷെ ആ 2 പുണ്യം മിനിമം എനിക്ക് അല്ലാഹു രേഖപ്പെടുത്തി വെക്കും. ഇനി ആ നന്മ ഞാൻ ദിനേന ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഉറങ്ങിപ്പോയി, അലാം വെച്ചിരുന്നു, അറിഞ്ഞില്ല, പോയി. അവിടെയും ആ പരിപൂർണ പുണ്യം ചെയ്തതിൻ്റെ പ്രതിഫലം എനിക്ക് രേഖപ്പെടുത്തും. അലാറം അടിച്ചിട്ടും കടന്നുറങ്ങിയവനിക്കല്ല, മനഃപൂർവ്വം അലാമറിയാതെ ഉറങ്ങിപ്പോയ മനുഷ്യന് അയാൾ എന്തെന്മകൾ ആ ഉറക്കത്തിൻ്റെ സമയത്ത് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ സ്ഥിരമായി ചെയ്യുന്നതുണ്ടായിരുന്നു, അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നും വിട്ടുപോകാതെ പരിപൂർണമായി ആ മനുഷ്യന് രേഖപ്പെടുത്തി കൊടുക്കും. ഒന്നാലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഒരു മോശമായ കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, അയാളത് ചെയ്തു, അള്ളാഹു അയാൾക്ക് കുറ്റമായിരിക്കും രേഖപ്പെടുത്തുക. അയാൾ ഒരു തിന്മ ചെയ്യാനോ ആ തിന്മ അയാൾ ചെയ്യുകയും ചെയ്തു, അയാൾക്കൊരു തിന്മയെ അല്ലാഹു, അത് നന്മയാണെങ്കിലോ 2 നന്മകൾ, അയാളുടെ ഉദ്ദേശത്തിന് കൂലി, ചെയ്ത പ്രവർത്തിക്കുള്ള കൂലി 2 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തും. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വിചാരിച്ചു, അല്ലെങ്കിൽ അത് ചെയ്യണ്ട, അയാൾക്ക് പോലും അല്ലാഹു ഒരു നന്മപ്പെടുത്തും ആ തിന്മ ചെയ്യാത്തതിൻ്റെ പേരിൽ എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നത്. അപ്പോൾ എത്ര വലിയ നന്മകൾ സഹോദരങ്ങളെ, എത്ര എണ്ണം, എത്ര കൂമ്പാരക്കണക്കിനു നന്മകൾ എൻ്റെ രാവിലും എനിക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ രാപ്പകലുകളിലായി നമുക്ക് ചെയ്യാൻ കഴിയും. അത് 10 700 ഇരട്ടിയിലേക്ക് പരിശുദ്ധ റമളാനിലെ എനിക്കും നിങ്ങൾക്കും നേടിത്തരുന്നത്. പരിശുദ്ധ റമളാനിൽ നമുക്ക് ചെയ്യുവാൻ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് പരിശുദ്ധ റമളാനിൽ അല്ലാഹു നിർബന്ധം നോമ്പ് തന്നെയാണ്, അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യൗമൻ ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു നോമ്പെടുത്താൽ ബഅദല്ലാഹു ഔ ബഅദഹു അനിന്നാരി 70 ഖരീഫ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. 70,000 വർഷത്തെ 70,000 വർഷം
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെയും നരകം തൊട്ട് അകറ്റിക്കൊണ്ടുപോകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 70 വർഷത്തെ വഴി ദൂരം. എങ്ങനെ? അല്ലാഹുവിൽ ഒരു നോമ്പെടുത്ത മനുഷ്യന് അല്ലാഹു നൽകുന്ന പ്രതിഫലാണ്. റമളാനിലാണെങ്കിലോ, അത് പരിശുദ്ധ റമളാനിലാണെങ്കിലോ 10 മുതൽ 700 ഇരട്ടിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹുവിൻ്റെ ഇഷ്ടന്റെ പ്രീതിയും ആഗ്രഹിച്ച് രാത്രി നമസ്കരിക്കുന്നവനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ എന്താ? അല്ലാഹുവിൻ്റെ അടുക്കൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഖൈറു സ്വലാത്ത് ബഅദൽ ഫരീള, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന് ഇഷ്ടമുള്ള അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അഫ്ളലായ എന്ന് പറയുന്നത് സ്വലാത്തുൽ ലൈൽ, ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. മൻ ഖാഫി സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അല്ലാഹുവിൻ്റെ പ്രതിഫലമുണ്ട്. അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രാത്രി നമസ്കരിച്ചവൻ്റെ മുൻപാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പഠിപ്പിച്ചു തരിക. പരിശുദ്ധ റമളാനിലാകുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങൾ അങ്ങ് വർദ്ധിച്ചു പോവുകയാണ്. ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും സഹോദരങ്ങളെ ഞാനും നിങ്ങളല്ല അല്ലേ? അലിഫ് ലാം മീം മനുഷ്യന് 30 പുണ്യം ചുരുങ്ങിയതുണ്ടെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞു. 30 പുണ്യം. അലിഫുൻ ഹർഫ് വവാവുൻ ഹർഫ് വമീമുൻ ഹർഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ അലിഫ് ലാം മീം എന്ന പദത്തിന്റെ ഓരോ ഹർഫും എടുത്തു വെച്ച് പറഞ്ഞു പുണ്യം ചുരുങ്ങിയത് കിട്ടും. പരിശുദ്ധ റമളാനിലേക്ക് വരുമ്പോഴോ 700 ഒന്ന് കൂട്ടി നോക്കൂ, ഒന്ന് ഗുണിച്ചു നോക്കൂ. എത്ര വലിയ പ്രതിഫലങ്ങളെ ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ എന്നെയും നിങ്ങളെയും എത്തിക്കും. സ്വലാത്തുകളായി, തക്ബീറുകളായി, തഹ്മീദുകളായി, തസ്ബീഹുകളായി പരിശുദ്ധ റമളാനിന്റെ രാവിലും നാം നിർവഹിക്കുന്ന ഓരോ പുണ്യത്തെയും ഈ 700 ഇരട്ടിയിരങ്ങളെ ചേർത്ത് വെക്കുമ്പോഴേക്കാണ് ആ പുണ്യങ്ങളുടെ മഹാപൂജ എത്ര വലിയ സൗഭാഗ്യമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും നൽകിയിട്ടുള്ളത് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. സകാത്തുകൾ, മറ്റു സുഗതങ്ങൾ ഒട്ടനേകം സഹോദരൻ ആ പരിശുദ്ധ റമളാനിന്റെ രാവിലും പകലിലും എനിക്കും നിങ്ങൾക്കും. ഇതൊന്നും ഒരു യാന്ത്രികമായി പോകേണ്ട സംഗതിയല്ല. അതാണ് തുടർന്നത്. ഇതൊന്നും അങ്ങനെ അങ്ങ് ചെയ്തു പോകേണ്ടതല്ല. ഒരു പക്ക ഷെഡ്യൂൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും. പള്ളിയിൽ അല്ലേ, നോമ്പ് തുറ, ഇന്ന സമയത്ത് തറാവീഹ്, ഇന്ന സമയത്ത് ഇന്ന കാര്യം, ഇന്ന സമയത്ത് ഖുർആന്, പണ്ടേയുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാകും. അതിനനുസരിച്ച് അങ്ങനെയായിട്ടല്ല ഒരു വിശ്വാസി കടന്നു പോകേണ്ടത്. അതിൻ്റെ എല്ലാം അപ്പുറം ഇതെല്ലാം വലിയ പുണ്യങ്ങൾ, ഇതുകൊണ്ട് നേട്ടങ്ങൾ ഭൗതികമായും അതിൻ്റെ എല്ലാം അപ്പുറം ആത്മീയ എനിക്കും നിങ്ങൾക്കും നേടാനുണ്ടെന്ന ബോധ്യത്തോടെ തിരിച്ച സഹോദരങ്ങളെ ഇതിലേക്ക് കടന്നു ചെല്ലാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്കു തന്നെയാണ് പരിശുദ്ധ റമളാൻ എനിക്കും നിങ്ങൾക്കും പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ആ പ്രവാചകന്റെ സ്വഹാബത്ത് തന്നെയാണ് പരിശുദ്ധ റമളാനിന്റെ രാവിനെയും പകലിനെയും വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ അതിൻ്റെ അവസാനത്തെ 10ലേക്ക് വരുമ്പോൾ ആ പുണ്യത്തെ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. ലൈലത്തുൽ ഖദ്ർ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങളോളം ജീവിച്ച മനുഷ്യന് കിട്ടുന്ന പ്രതിഫലത്തെ ഒരു മനുഷ്യന് നേടാൻ കഴിയുന്ന ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യത്തെയും രാത്രങ്ങളിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നും അനുഭവിക്കുവാനും അത് നേടിയെടുക്കാൻ കഴിയുമെന്നും എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നു. മുണ്ട് മുറുക്കി പ്രവാചകൻ പോലും ഇരിക്കാറുണ്ടായിരുന്നെന്ന് പ്രവാചകന്റെ ജീവിതത്തിലൂടെ നിങ്ങളും കേട്ടു, ഞാനും നിങ്ങളും വായിച്ചു. തൻ്റെ കുടുംബത്തെ പ്രവാചകൻ വിളയിരുന്നു എന്ന് പ്രവാചകന്റെ കുടുംബ ജീവിതം പഠിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും കാണാം. സ്വഹാബത്തും അങ്ങനെ ചെയ്തിരുന്നു എന്ന് ആ നിലക്കു തന്നെ കാണാൻ കഴിയുന്നു. പ്രവാചകന്റെ പള്ളിയിൽ 10 ദിവസം ഇഅ്തികാഫിരുന്ന് ചടഞ്ഞു ഖുർആനിൽ മുഴുകി ആ പ്രവാചകനും സ്വഹാബത്തും കഴിഞ്ഞുകൂടിയിരുന്നു എന്ന് ശരീഅ ഗ്രന്ഥങ്ങളും എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നു അല്ലേ? ഈ നിലയ്ക്ക് ഒരു പുണ്യങ്ങളുടെ വലിയ ഘോഷയാത്രയെ ജീവിതത്തിലേക്ക് സഹോദരങ്ങളെ നേടിയെടുക്കുവാനുള്ള ആ ഒരവസരമാണ് ആനിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ തിരിച്ചറിവോടെ അവിടേക്കാണ് അതേ തൗഫീഖ്, അതേ അവസ്ഥയിൽ അതിനെ നേടിയെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് വരാനിരിക്കുന്നത്
കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വന്നു തീർന്നു പോയതുപോലെയുള്ള ദിനരാത്രങ്ങളാ ഒരുറച്ച ബോധ്യം സഹോദരങ്ങളെ നമുക്ക് വേണം. പഠിപ്പിച്ചത് അങ്ങനെയല്ലേ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം തീരുമാനം എടുക്കുന്നത് പടച്ചോനെടുത്തുന്ന ഒരു തീരുമാനം വരൂല എന്നാണ് അല്ലേ. സ്വയം മാറണമെന്ന് ചിന്തിക്കും. ആ ഒരു അവസ്ഥയിൽ സ്വയം മാറുന്നത് വരെ റബ്ബിന്റെ തൗഫീഖ് കിട്ടൂല. കൊണ്ട് നാം തീരുമാനിക്കണം, നമുക്ക് നിലനിൽക്കാൻ കഴിയണം. ആ അവസ്ഥയിൽ സഹോദരങ്ങളെ പരിശുദ്ധ വരവേൽക്കാൻ സഹോദരങ്ങളെ ഞാൻ ശ്രമിക്കുമെന്ന, ഞാൻ അതിന് സന്നദ്ധനാണ്. ബോധ്യവും തീരുമാനവും തിരിച്ചറിവുമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ഈ ആദ്യം മുതൽ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളെ സഹോദരങ്ങളെ ഒന്ന് ചുരുക്കി വിശദീകരിക്കുമ്പോൾ നാം അള്ളാഹു നൽകിയ ഹിദായത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ, അള്ളാഹുവിൻ്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ബാങ്ക് വിളിക്ക് ഉത്തരം നൽകാൻ, അള്ളാഹുവിൻ്റെ നന്മകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള നന്മകൾ, സുഹൃത്തുക്കൾ സംസാരിക്കുന്ന പോയി ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, അള്ളാഹു വെറുക്കുന്ന മറ്റുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു നിഷിദ്ധമാക്കിയ പൈശാചികമായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല നമ്മുടെ മനസ്സടുത്തിട്ടുള്ളത്. അവൻ്റെ ഇഷ്ടവും അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനയും, സമുദ്രത്തിൻ്റെ ആഴിയിൽ ഊളിയിടുന്ന മത്സ്യങ്ങളുടെ പ്രാർത്ഥനയും, മാളങ്ങളുടെ അടിയിൽ ഇരിക്കുന്ന ഉറുമ്പുകളുടെ കിട്ടുന്ന സദസ്സിൽ വന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. സുഹൃതങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. തിന്മ കണ്ടറിഞ്ഞു മാറി നിൽക്കാൻ മനസ്സും ചങ്കുറപ്പുമുള്ളവരാണ് നമ്മൾ. സഹോദരങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു വലിയ തൗഫീഖ് നൽകി സുഹൃതത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. എല്ലാ കഴിവതും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരും അതിനു വേണ്ടിയിട്ടുള്ള അവസരം എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തുവാൻ കഴിയുമോ അങ്ങനെയെല്ലാം ഉപയോഗപ്പെടുവാണ് നമ്മൾ. ജീവിതത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്ന് എല്ലാ സന്ദർഭത്തിലും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും നമ്മൾ. ഇങ്ങനെയെല്ലാം കഴിഞ്ഞു പോകുന്നവരാണെങ്കിലും ഇങ്ങോട്ട് പോകുന്നവരാണെങ്കിലും സഹോദരങ്ങളെ, നമ്മളൊക്കെ ഏറെ ഭയപ്പെടൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലൂടെ താക്കീത് ചെയ്ത കാര്യമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്തിന്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന് വിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു തആല താക്കീത് ചെയ്ത കാര്യമാണ്. വലഖദ് ഊഹിയ ഇലൈക മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിയെ, താങ്കളുടെ ജീവിതത്തിലാണ് ശിർക്ക് വന്നതെങ്കിൽ, ലഇൻ അശ്റക്ത, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതെന്ന് നബിയെ നിങ്ങളിൽ വന്നാൽ പോലും, ഈ റമളാനും ഈ സകാത്തും ഈ ഇഅ്തികാഫും ഇതിന്റെ പാരായണവും ഈ സകല സുഹൃതങ്ങളും സഹോദരങ്ങളെ ഇല്ലാതെയായി പോകുമെന്ന് നബിയെ താങ്കൾക്കും താഴ്ന്നു പോയ പ്രവാചകന്മാർക്കും വഹ്യ് നൽകപ്പെട്ടതാണ് കേട്ടോ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല സഹോദരങ്ങളെ പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, അശ്ശിർകു ഫീ ഹാദിഹിൽ ഉമ്മ അഖ്ഫാ ബിന്നംലി. ഒരു ഉറും കാലടയാളത്തെക്കാൾ ഗോപ്യമായി രഹസ്യമായി ഉമ്മത്തിലേക്ക് ശിർക്ക് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, രക്ഷപ്പെടാൻ എന്താ മാർഗം? പറഞ്ഞു, റബ്ബിനോട് പ്രാർത്ഥിച്ചോളി, വേറൊരു മാർഗമില്ല എന്നാണ്. അല്ലാഹുവേ, അറിഞ്ഞോ അറിയാതെയോ ആ ശിർക്കിന്റെ ജീവിതത്തിൽ വരുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു റബ്ബേ എന്ന് കൊള്ളൂ എന്നാണ്. ശിർക്ക് വരാതിരിക്കാൻ എന്താണ് മാർഗമെന്ന ചോദ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും സഹോദരങ്ങളെ മറുപടി കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കുന്നിച്ചു തന്ന വലിയ ഒരു ചെറിയ ഒരായത്തിന്റെ ശകലമുണ്ട്. ആണ് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ മുശ്രികൂൻ. മനുഷ്യരിൽ അധികം ആളുകളും റബ്ബ് തആലയിൽ വിശ്വസിക്കുന്നത് ആ റബ്ബിൽ വെച്ചുകൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു സഹോദരങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശിർക്ക് വരിക എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ആദ്യം വരിക ജാറാണ്, മക്ബറകളാണ്, ശിർക്കിൻ്റെ വലിയ ഗേഹങ്ങളായി കടന്നു വരുന്ന സംഗതികളാണ്. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ചെറിയ ശിർക്കെന്നും വലിയ ശിർക്കെന്നുമൊക്കെ റസൂൽ അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒട്ടനേകം കാര്യങ്ങളുണ്ട്. ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല.
ഒരു സുഹൃത്ത് ഈ വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ശിർക്ക് എന്താണ്? ശിർക്ക് വലിയ കണ്ണ് കാട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അവനക്ക് പറയാൻ കഴിയണില്ല എന്താണ് ശിർക്ക്, എന്താണ്. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ശിർക്ക്, നിങ്ങളിങ്ങനെ മുജാഹിദ് ആൾ, ഇങ്ങനെ വലിയ തൗഹീദിൻ്റെ ആൾ, വലിയ ശിർക്കൊക്കെ നിങ്ങൾ സംസാരിക്കലുണ്ടല്ലോ, എന്താണ് ശിർക്ക് എന്ന് ചോദിച്ചാൽ വളരെ എങ്ങനെ നമുക്കൊരാളോട് പറഞ്ഞെടുക്കാൻ പറ്റുക? അയാളോട് പറയാം, ശിർക്ക് എന്ന് പറഞ്ഞാൽ റബ്ബിന് കൊടുക്കേണ്ട ഒരു സാധനം ആ റബ്ബല്ലാത്ത ഒരാൾ കൊടുക്കണമെന്നില്ല, അത് അയാൾക്ക് ഉണ്ട് എന്ന് വിചാരിച്ചാൽ തന്നെ എന്തായി? ശിർക്കായി. അതാ നിർവചനം ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവകാശപ്പെട്ട ഒരു കാര്യത്തെ അതാ റബ്ബിന് മാത്രം ഇരിക്കെ അത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കുണ്ടെന്ന് വാദിച്ചാൽ, ഒരാൾ വിശ്വസിച്ചാൽ അയാളുടെ വിശ്വാസം, അയാളുടെ ആ നിലപാട് തന്നെ ശിർക്കായി. അതനുസരിച്ച് സാധാരണ മൗലിക സംസാരത്തിൽ പറയലുണ്ട്, ആ വിശ്വാസം അനുസരിച്ച് കടന്നുറങ്ങിയാൽ പോലും പറയും. അപ്പം അടിസ്ഥാനപരമായി ഇതാണ് സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ, ഈ ഭൂമിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ, അതിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുമ്പോൾ, അതിൻ്റെ നിയന്ത്രണത്തിലേക്ക്, അതിൻ്റെ സംരക്ഷണത്തിലേക്ക് നോക്കുമ്പോൾ റബ്ബല്ലാത്ത മറ്റാരെങ്കിലും ഒരു ശക്തി അതിൻ്റെ പിന്നിലുറയാൻ ആർക്കെങ്കിലും കഴിയോ? ആർക്കെങ്കിലും കഴിയോ? മുശ്രിക്കിന് പോലും കഴിഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കിന് പോലും കഴിഞ്ഞിട്ടില്ല. പോലും അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അത് പ്രശ്നമാണ്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടാ. മക്കയിലെ മുശ്രിക്ക് എന്ന് നമ്മൾ പറയുന്നത് കാഫിർ എന്നാണ് പറയാ. വിശ്വസിച്ചിട്ടും അള്ളാഹുവിന്റെ സ്ഥാനത്ത് പലരെയുമാണ് മക്കയിലെ മുശ്രിക്കായത്. അത്ര മനസ്സിലാക്കിയ പോലെ ആ വിഷയത്തിൽ അവർക്ക് പോലുമുള്ള വിശ്വാസം എന്താ? അള്ളാഹുവിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആ ചോദിക്കുക, അവർ പറയും അള്ളാഹുവാണ്, അള്ളാഹുവാണെന്നവർ പറയും. ഖുൽ മൻ യർസുഖും മൻ മിനസ് സമാഇ വൽ അർളി, ആകാശത്തു നിന്നും ഭൂമി നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ് എന്ന് അവരോട് ചോദിക്കുക. കാഴ്ചയും കേൾവിയും യവൻ ആര് എന്നവരോട് ചോദിക്കുക. ജനിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും എന്നവരോട് ചോദിക്കുക. നിയന്ത്രിക്കുന്നവൻ ആര് എന്ന് അവനോട് ചോദിക്കുക. ആരോട്? മക്കയിലെ മുശ്രിക്കിനോട് ചോദിക്കുക, അബൂജഹലിനോട് ചോദിക്കുക. അവര് പറയും അതെല്ലാം അല്ലാഹുവാണ് എന്ന് ആ മനുഷ്യർ പറയും. റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിലൂടെ എന്തിനാ ബദർ ഉണ്ടായത്? പിന്നെന്തിനാ ഉഹദ് ഉണ്ടായത്? പിന്നെ ഹുനൈനും ഖൈബറും ഖന്തക്കും ഉണ്ടായത്? ഈ വിശ്വാസം അവർക്കുണ്ടായി. ഡെയ്യിപ്പിക്കുന്നവൻ റബ്ബാണെന്ന് വിശ്വസിച്ചിട്ടും, ഞങ്ങളെ സൃഷ്ടിച്ചവൻ റബ്ബാണെന്ന് മരിപ്പിക്കുന്നവൻ റബ്ബാണെന്ന് വിശ്വസിച്ചിട്ടും, കാര്യങ്ങൾ മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രമാണെന്ന് പിന്നെ എന്തേ അവരെ നമ്മൾ മുശ്രിക്ക് എന്ന് പറഞ്ഞത്? ഇതിൻ്റെ എല്ലാം ചില ശക്തികളും ചില കാര്യങ്ങളും ഉണ്ട് എന്ന് ആ മനുഷ്യ മനസ്സിലാക്കി. അവർ റബ്ബാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, സ്വയം കഴിവുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, അള്ളാഹുവിനെ പോലെ എല്ലാം അവരെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. മറിച്ച് അവരോട് ചോദിക്കാണ്, നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ നേർച്ച വെക്കുന്നത്, റബ്ബല്ലാത്തവരുടെ പേര് ചെയ്യുന്നത്, റബ്ബല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടി അറുക്കുന്നത്, റബ്ബല്ലാത്ത നേർച്ചയാക്കുന്നത്, റബ്ബല്ലാത്തവരുടെ തൃപ്തിക്കും ഇഷ്ടത്തിനും ആണ്ടായി അത്തരത്തിലുള്ള നേർച്ചകളായി വഴിപാടുകളായി അത്തരത്തിലുള്ളത് എന്തിനാണ് മനുഷ്യരെ എന്ന് മക്കയിലെ മുശ്രിക്കിനോട് ചോദിച്ചാൽ പറയുന്ന മറുപടി അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ നാളെ പരലോകം മുഹീദ്ദീൻ ഷെയ്ഖ് വരും, ദിഫാഇ ഷെയ്ഖ് വരും, മമ്പം അല്ലേ, അത്തരത്തിലുള്ള ആളുകൾ വരും. അവർ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് സപ്പോർട്ടായി ശുപാർശകരായി നിൽക്കും എന്നാണ് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളുടെയും വിശ്വാസം എന്നിരിക്കെ അതേയാണ് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമായി വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ച ചോദ്യമേ മുസ്ലിമീങ്ങളെ നമുക്ക് ചോദിക്കാനുള്ളൂ. ചെയ്യാത്ത യാ അബതി, യാ അബതി, എൻ്റെ ഉപ്പാ എന്ന് വിളിച്ച് ഒരു പിതാവിനോട് ഒരു മകൻ എന്ന നിലയിൽ എല്ലാ കാരുണ്യവും എല്ലാ ബഹുമാനവും കാണിച്ച്
ഇബ്രാഹിം അലൈഹിസ്സലാം യാ അബതി ലിമ തഅബുദ് മാ ലാ തസ്മഅ ബസിർ വലാ യുഅനി അൻക ഷൈആ. ഉപ്പ, ഒന്നും കാണാ ഒന്നും കേൾക്കാത്ത, ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത, ഒരു ഉപദ്രവവും വരാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാരാധിക്കണം ഉപ്പ എന്ന് ചോദിക്കുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ആരുമില്ലാത്ത, കാണാത്ത, കേൾക്കാത്ത, മരിച്ചുപോയവരായ അംവാതുൻ ഗൈറു അഹ്യാഇൻ ഇൻ തദ്ഉ യസ്മഉ ദുആഅക്കും. വിശുദ്ധ ഖുർആൻ ശരിക്ക് തന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അവരത് കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം അവർ മരിച്ചവരാണ്. ഗൈറു അഹ്യാഇൻ, ജീവനും. എന്തൊക്കെ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. അവർ മരീചിക പോലെയാണ് എന്ന് വരെ പറഞ്ഞില്ലേ? മരുഭൂമി മരീചിക കണ്ട് ദാഹിച്ചു വലഞ്ഞ മനുഷ്യൻ വെള്ളമാണെന്ന് വിചാരിച്ചാണ് ജാറത്തിൻ്റെ അടുക്കൽ ചെന്ന് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്നത്. ദാഹിച്ചു വലഞ്ഞ് കിണുനിന്ന് ആ കിണറിലേക്ക് കൈകൾ നീട്ടി വെള്ളം എന്ന് പറയുകളിലേക്ക് വെള്ളമെത്തുമോ എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. ഇല്ല. തൊട്ടികെട്ടി കിണറ്റിലേക്കിട്ട് കോരിയെടുത്താൽ ആ വെള്ളമേ അയാൾക്ക് കുടിക്കാൻ കഴിയൂ. റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നത് അല്ലാത്തവരോട് ചോദിക്കുന്നത് കിണറ്റിന് മുമ്പിൽ നീട്ടി നിൽക്കുന്നവനെ പോലെയാണെന്നല്ലേ വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ എനിക്കു തന്നത്. ആലോചിച്ചു നോക്കൂ, ഇത്രയും വ്യക്തമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഏകത്വം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടായാൽ സകല അമലുകളും പൊളിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ താക്കീതാണ്. അതുകൊണ്ട് എല്ലാ നന്മകളെയും പൊളിച്ചു കളയുന്ന ഈ മഹാവിപത്തിനെ രുദീകരിക്കണം. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൊച്ചുമകനോട് പറഞ്ഞയാണ്, ഇന്ന ശിർക ലദുൽമുൻ അദീം. വലിയ ഒരു തിന്മയുമില്ല, അതിനേക്കാൾ വലിയ ഒരക്രമവും സുബ്ഹാനഹു തആലക്ക് തുല്യനായി ഒന്നുമില്ലെന്നും യാതൊന്നുമില്ല ബോധ്യമാണ് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. തെളിഞ്ഞ പ്രദേശത്തും മരുഭൂമിയിലും ആളുകളില്ലടത്തും ഇല്ലാത്തടത്തുമെല്ലാം പ്രയാസങ്ങൾക്കു കാവലാകാൻ ആ റബ്ബല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെന്ന് ഒരു മുജാഹിദും ഇന്ന് വരെ പറഞ്ഞ ബോധ്യമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകേണ്ട. വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സഹോദരങ്ങളെ അറിയിക്കാനുള്ളത് വേണ്ടി ജീവിക്കുക. ആ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, ആ വഹ്ദത്ത് നിന്നുകൊണ്ടുള്ള കർമ്മങ്ങൾക്ക് മാത്രമാണ് നാളെ പരലോകത്തിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാവുക എന്ന ബോധ്യം നമ്മൾ ഉണ്ടാവുക. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. പരിശുദ്ധ റമദാൻ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ സ്വീകരിക്കുവാനുള്ള ആത്മീയമായിട്ടുള്ള ഒരുക്കങ്ങൾ സഹോദരങ്ങളെ നമ്മൾ നിർവഹിക്കുക. സുബ്ഹാനഹു തആലയോട് അതിനുള്ള തൗഫീഖിന് വേണ്ടി നിരന്തരം നമ്മൾ കഴിഞ്ഞ റമദാനുകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഇന്നില്ല. അവർക്ക് പ്രാർത്ഥിക്കുക. അടുത്ത റമദാനിൽ, ഒരു പക്ഷേ ഈ വരുന്ന റമദാനിൽ പോലും ചെയ്യുമോ എന്ന ഒരു ഉറപ്പും നമുക്കില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി പരസ്പരം നന്മകൾ ഉപദേശിക്കുക, നന്മകൾക്ക് വേണ്ടി മത്സരിക്കുക, കഴിവിൻ്റെ പരമാവധി വിട്ടുനിൽക്കുവാൻ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള എല്ലാ അത്തരത്തിലുള്ള നല്ല മുഅ്മിനീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ ഒരു വിളിപ്പാട് പൂർണ്ണ ആരോഗ്യത്തോടെ ആയുസ്സോടെ ആ സുദിനത്തെ വരവേൽക്കുവാനും തൗഫീഖും നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മറഹ്മത്തും പ്രദാനാനെ. രോഗികളായ ധാരാളം ആളുകളുണ്ട്, എല്ലാവർക്കും നീ ശമനവും ശിഫയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منك أنت السميع العليم وتب علينا إنك أنت التواب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة عذاب النار. آمين آمين برحمتك يا أرحم الراحمين. رب العالمين. السلام عليكم ورحمة الله وبركاته.